ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ചില കാരണങ്ങളാൽ നാട് വിടേണ്ടി വന്ന നമ്മുടെ കഥാനായകനായിട്ടുള്ള ജൊനാഥൻ ഒരു ഗ്രാമത്തിലേക്ക് എത്തിപ്പെടുകയാണ്. രക്ഷപ്പെട്ട് ഓടിയതാണ്, അതുകൊണ്ട് വഴി ഏതാണെന്ന് വലിയ നിശ്ചയമൊന്നുമില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അങ്ങനെ പെട്ടുപോയ ആ ഒരു സ്ഥലത്ത് ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുമ്പോൾ ജൊനാഥൻ ആ ഗ്രാമത്തിലെ രണ്ടുപേരെ പരിചയപ്പെടുകയാണ്. സംസാരത്തിനിടയിൽ വെച്ച് ജൊനാഥൻ മനസ്സിലാക്കി ഈ ഗ്രാമത്തിൽ ദുരൂഹമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടും ഇവിടുത്തെ ഗ്രാമത്തിലെ തടാകത്തിലെ ഒരു വിചിത്ര ജീവി വി മാത്രമല്ല, കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ഈ നാട്ടിലെ പ്രഭുവിന്റെ മകൾ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാരാണെന്ന് അറിയില്ല. മാത്രമല്ല ആ ഒരു ശരീരം പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന കോമാ ബ്രൂട്ടസ് എന്നൊരു ഫാദർ 3 ദിവസത്തിന് ശേഷം അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ആ ഒരു ഫാദറും മരണപ്പെട്ട് കിടക്കുകയാണ്. അതിനുശേഷം ആ ഒരു പ്രാർത്ഥന നടത്തിയ ചർച്ചിലേക്ക് ആരും പോയിട്ടില്ല. എല്ലാവർക്കും ഭയമായിരുന്നു. എന്നാൽ ജൊനാഥൻ ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഇതിന്റെ പിന്നിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഒരു സത്യം തേടി ജൊനാഥൻ ഇറങ്ങുകയാണ്. എന്തായിരിക്കും ജൊനാഥൻ ആ ഒരു ഗ്രാമത്തിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ടാവുക? നമുക്ക് നേരെ ആ ഒരു കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഈ മാന്ത്രിക ലോകത്തിലേക്ക്. കഥ നടക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1700-ലാണ്. ഇപ്പൊ ഉക്രൈനിലെ ഒരു ഗ്രാമപ്രദേശം കാണിക്കുകയാണ്. അറിയാലോ, ആ ഒരു സമയത്തെല്ലാം നല്ല രീതിയിൽ അന്ധവിശ്വാസങ്ങൾ ആൾക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ഗ്രാമത്തിലെ കുറച്ച് പെൺകുട്ടികൾ ഒരു നദിയിലേക്ക് ഒരു പാത്രത്തിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് അതങ്ങനെ പതിയെ ഒഴുക്കി വിടുകയാണ്. ഇവരുടെ വിശ്വാസം എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല വിവാഹഭാഗ്യം ഉണ്ടാവുമെന്നാണ്. ഓക്കെ, ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ പെൺകുട്ടികളും ഇത് ചെയ്തിട്ട് തിരിച്ചു പോവാണ്. ഇപ്പൊ നസ്റ്റൂഷ്യ ഈ പെൺകുട്ടിയും ഇവിടുന്ന് പോകാൻ നോക്കുമ്പോൾ കൂട്ടുകാരിയായിട്ടുള്ള സ്റ്റെല്ലെ കാണുന്നില്ല. മാത്രമല്ല സ്റ്റെല്ല എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ പ്രഭുവായിട്ടുള്ള ദൊറോഷിന്റെ മകളാണ്. അങ്ങനെ ഈ സ്റ്റെല്ലയെ നോക്കിയിട്ട് നസ്റ്റൂഷ്യ നടക്കുന്ന സമയത്ത് ചലനമില്ലാതെ കിടക്കുന്ന അവളുടെ ബോഡി കാണുകയാണ്. ആകെ പേടിച്ചുപോയി. പെട്ടെന്ന് അവളുടെ കാലിലേക്ക് ഈ സ്റ്റെല്ല പിടിക്കുന്നുണ്ട്. ആ ഒരു ഭയത്തിൽ നസ്റ്റൂഷ്യ വെള്ളത്തിലേക്ക് വീണു പോവാണ്. ഒരു ബോധമില്ലാതെ ആ ഒരു വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് മരണപ്പെടേണ്ടിയിരുന്ന ഈ നസ്റ്റൂഷ്യയെ ഒരുമാതിരി കൊമ്പുള്ള എന്തോ ഒരു മൃഗം വന്നിട്ട് അതിന്റെ ആ ഒരു കൊമ്പ് കൊണ്ട് ഇവളെ കോരി എടുത്തുകൊണ്ട് കരയിൽ കൊണ്ട് ഇരുത്തുകയാണ്. പിറ്റേ ദിവസം രാവിലെ നാട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക് ഓടി വരികയാണ്. കാരണം ഇന്നലെ പോയ 2 പെൺകുട്ടികൾ തിരിച്ചു വന്നിട്ടില്ലല്ലോ. അതിൽ തന്നെ ദൊറോഷ് ഇവിടുത്തെ പ്രഭുവാണ്. ഓടി വന്നിട്ട് സ്റ്റെല്ലയുടെ ആ ഒരു ബോഡി അവൾക്ക് ഇപ്പോഴും ചെയ്യാൻ പോയിട്ടില്ല. അവളെങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ സ്റ്റെല്ല എന്തോന്ന് പറയാൻ നിൽക്കുമ്പോൾ ഫാദർ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ദൊറോഷെ, നമ്മുടെ നാട്ടിൽ വല്ലാത്ത ചെകുത്താന്റെ ശല്യമുണ്ട്, തീർച്ചയായിട്ടും നമ്മളത് കണ്ടുപിടിക്കണം, അതിനെ നശിപ്പിക്കണം. ഇതേ സമയത്ത് തന്നെ സ്റ്റെല്ല ദൊറോഷിന്റെ ചെവിയിൽ പറയുന്നുണ്ട്, അച്ഛാ, ഇവിടെ കോമാ ബ്രൂട്ടസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാദർ ഉണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ഞാൻ പറയുന്ന നമ്മൾ ആരും ഉപയോഗിക്കാത്ത ആ ഒരു പഴയ ചർച്ച ഉണ്ടല്ലോ, അവിടെ എന്റെ ബോഡി കൊണ്ടുവച്ച് 3 ദിവസം അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. ഇത് പറഞ്ഞ് സ്റ്റെല്ല മരിച്ചു പോവാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ കോമാ ബ്രൂട്ടസിനെ നമ്മുടെ പ്രഭുവായിട്ടുള്ള ദൊറോഷ് കണ്ടുപിടിക്കുകയാണ്. ഇതിനുശേഷം അവന് 1000 സ്വർണ്ണ നാണയം കൊടുക്കാന്ന് പറയുന്നുണ്ട്. പകരം ചെയ്യേണ്ടത് 3 ദിവസം ഒറ്റയ്ക്ക് ഈ ഒരു ചർച്ചിൽ ഇരുന്നു കൊണ്ട് സ്റ്റെല്ലയുടെ ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും അങ്ങനെ പോവാണ്. എന്തായാലും കോമാ ബ്രൂട്ടസിന് പണം കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. എന്തായാലും അവന്റെ ആ ഒരു പ്രാർത്ഥന തുടങ്ങുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പന്തികേട് പോലെ അവൻ പതിയെ ആ ഒരു ശവപ്പെട്ടിയിലേക്ക് നോക്കി. ഞെട്ടിപ്പോവാണ്. കാരണം ഇപ്പൊ ആ ഒരു ശവപ്പെട്ടിയിൽ ശവം ഇല്ലായിരുന്നു. പകരം കുറെ പൂക്കൾ അങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഇപ്പൊ കോമാ ബ്രൂട്ടസിന് വല്ലാതെ പേടി തോന്നുകയാണ്. അവന്റെ ചുറ്റും ഏതോ ഒരു ദുഷ്ടശക്തി ഉള്ളതുപോലെ. അവനൊന്നും നോക്കിയില്ല. കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക ചോക്ക് ഇത് വെച്ച് ഒരു വൃത്തം വരക്കുകയാണ്. അതിന്റെ ഉള്ളിൽ അവൻ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്തിന് മുകളിൽ നിന്നും ഈ സ്റ്റെല്ലയുടെ ആത്മാവ് ഇവന്റെ നേരെ വരികയാണ്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. അടുത്ത സീനിൽ പ്രഭുവായിട്ടുള്ള ദൊറോഷിനെ കാണിക്കുകയാണ്. ദൊറോഷിന്റെ അടുത്ത് തന്നെ ഒരു ഫാദർ ഉണ്ട്. ഇപ്പൊ ഫാദറിന്റെ കയ്യിലേക്ക് 1000 സ്വർണ്ണ നാണയം കൊടുത്തിട്ട് ദൊറോഷ് പറയാണ്, ഇത് ഞാൻ പറയുന്നോട് ധരിപ്പിക്കണം. ഇതേ സമയത്തിന് ഫാദർ പറയാണ്, 1000 സ്വർണ്ണ നാണയങ്ങളോ? ഇതുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പുതിയ ചർച്ചിന്റെ പണി വളരെ എളുപ്പം തീർക്കാലോ. ഇതേ സമയത്ത് തന്നെ ദൊറോഷ് പറയണം, ഇത് അതിന് വേണ്ടിയിട്ടല്ല, ആ കോമാ ബ്രൂട്ടസ് ആ ഒരു ഫാദറിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ എന്തായാലും ഇത് അങ്ങോട്ടേക്ക് കൊണ്ടേ കൊടുക്കുക. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഫാദർ ആ ഒരു സ്വർണ്ണ നാണയമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ആ വഴിക്ക് തന്നെ ഈ ചർച്ചിന്റെ അപ്പുറപ്പുറമുള്ള അല്ലറച്ചിലർ പണികളൊക്കെ എടുക്കുന്ന 2 ബ്രദേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഒരുത്തന്റെ മീശ കറുപ്പ് നിറവും ഒരുത്തന്റെ മീശ വെള്ള നിറമാണ്. അതുകൊണ്ട് തന്നെ കറുപ്പ് മീശക്കാരൻ വെള്ള മീശക്കാരൻ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ 2 ആൾക്കാരെയും കൂട്ടിയിട്ട് ഈ ഫാദർ ഇപ്പൊ നേരെ ആ ഒരു പഴയ ചർച്ചിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ്. അത് ഇംഗ്ലണ്ടിലെ ഒരു പ്രഭു പെട്ടെന്ന് ഇയാളുടെ മകളുടെ മുറിയിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പുതപ്പ് മാറ്റി നോക്കുമ്പോൾ ഈ മകളുടെ കൂടെ തന്നെ ഒരുത്തൻ കിടക്കുന്നുണ്ട്. ഇത് ആരടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പെണ്ണ് പറയാണ്, ഇത് ഞാൻ കെട്ടാൻ പോകുന്നവനാണ് ജൊനാഥൻ. ഇവനെയാണോ നീ കെട്ടാൻ പോകുന്നത്? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ജൊനാഥൻ ചോദിക്കുകയാണ്, എനിക്ക് എന്തോ ഒരു കുറവ്, ഞാനും ഒരു കഴിവുള്ള ആൾ തന്നെയാണ്, ഒരു സയന്റിസ്റ്റ് ആണ്, ഒരു കാറ്റോഗ്രാഫറാണ്, അതായത് ഭൂപടവും കാര്യങ്ങളൊക്കെ വരക്കുന്ന ആളാണ്. എന്തായാലും ശരി, എന്റെ മകളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. പിടിക്കാവനെന്നിപ്പോ ഈ പ്രഭുവിന്റെ ആൾക്കാർ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ജൊനാഥന്റെ കാമുകി, അതായത് ഈ പ്രഭുവിന്റെ മകള് ഒരു പുതപ്പെടുത്തെറിയാണ്. ഇതിനിടയിലൂടെ ജൊനാഥൻ ഓടി രക്ഷപ്പെടുന്നുണ്ട് ഇവന്റെ കുതിരയുമായിട്ട്.
പോകുമ്പോ ഈ പ്രഭുവിന്റെ മകൾക്ക് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്, എന്നെങ്കിലും ഞാൻ തിരിച്ചു വരും, ഉറപ്പായിട്ട് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. സോ ഇങ്ങനെ ഒരു കാര്യം ഇംഗ്ലണ്ടിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നടന്നിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചോ. എന്തായാലും ഇപ്പൊ നമ്മുടെ ആ ഒരു ഫാദറും രണ്ട് ബ്രദേഴ്സ് കറുപ്പമീശയും വെള്ളമീശയും കൂടെ നേരെ ആ ഒരു പഴയ ചർച്ചിന്റെ അടുത്തേക്ക് ചെല്ലുകയാണല്ലോ. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് ഈ നാണയമായിട്ട് കയറി ചെന്നത് ഫാദർ മാത്രമാണ്. അതിന്റെ ഉള്ളിലേക്ക് എത്തിയ ഫാദർ ഉറക്കൻ അലറിക്കാരിയാണ്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ മുഴുവനായിട്ട് താഴെ വീണ് പോകുന്നുണ്ട്. എന്താ കാര്യം ഈ കറുപ്പമീശയും വെള്ളമീശയും ചോദിച്ചുകൊണ്ട് ഓടി വരുമ്പോ ഇയാൾ മരിച്ചു കിടക്കാണ്. ആരാണ്? കോമാ ബ്രൂട്ടസ്. ഇയാള് വരച്ച ആ ഒരു വെള്ള വൃത്തത്തിന് നടുവിലായിട്ട്. ഇവിടെ നിൽക്കണ്ട, ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് ഫാദർ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ രണ്ട് ബ്രദേഴ്സ് അവിടെ ആ ഒരു സ്വർണ്ണ നാണയം വീണ് കിടക്കുന്നുണ്ടല്ലോ. ഇതിന്ന് പരമാവധി വാരിയെടുക്കാൻ പറ്റുന്ന അത്രയും ഇവർ വാരിയെടുക്കുകയാണ്. പിന്നീട് ഈ ഫാദർ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും ഈ ഒരു ചർച്ച് അടച്ചു പൂട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവർ അതിന്റെ ആ ഒരു ഡോറും ജനലും അതുപോലെ തന്നെ മുകളിൽ ചെറിയൊരു ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഇത് അടക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കാക്ക പുറത്തേക്ക് പാറി വരുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച സഹോദരന്മാരിൽ ഒരുത്തൻ താഴെ കുരുണ്ട് വീഴാണ്. ഇതേ സമയത്ത് തന്നെയാണ് 3-ാം ദിവസം ആയിട്ടുണ്ട്. ചടങ്ങിന്റെ ബാക്കി ചെയ്യാനായിട്ട് ഈ പ്രഭുവായിട്ടുള്ള ദൊറോഷ് ബാക്കിയുള്ള ആൾക്കാർ കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഒരുപാട് കാക്കകൾ ഈ പഴയ ചർച്ച ഉണ്ടല്ലോ ഇതിന്റെ ചുറ്റും അങ്ങനെ വട്ടിട്ട് പറക്കുകയാണ്. ഇപ്പൊ ഓടി വന്ന ഫാദർ പറയാണ്, ദൊറോഷ് ഇനി അങ്ങോട്ടേക്ക് പോണ്ട, പൂർണ്ണമായിട്ടും അവിടെ ചെകുത്താൻ ബാധിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ മകളുടെ ആ ഒരു ശവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ കോമാ ബ്രൂട്ടസ് മരിച്ചു കിടക്കുകയാണ്, ഇനി അങ്ങോട്ടേക്ക് പോണ്ട, അത് ശപിക്കപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ നാട്ടുകാരും ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ദൊറോഷ് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നില്ല. ദൊറോഷിനോടും ഈ ഫാദർ പറയുന്നുണ്ട്, ഇനി നിങ്ങളും അങ്ങോട്ട് പോണ്ട, വാ രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ഈ ദൊറോഷിനെയും വിളിച്ചുകൊണ്ട് ഈ ഒരു പഴയ ചർച്ചിൽ നിന്നും ഇവരെല്ലാവരും പോവാണ്. പിന്നീട് ആരും ആ ഒരു ചർച്ചിലേക്ക് പോയിട്ടില്ല. ഇതേ സമയം തന്നെ ഇംഗ്ലണ്ടില് നമ്മുടെ ജൊനാഥൻ കഥാനായകനാണ്. മൂപ്പരുടെ ആ ഒരു കാമുകിയായിട്ടുള്ള പ്രഭുവിന്റെ മകളെ കാണിക്കുകയാണ്. ഈ മകൾക്കായിട്ട് പല കത്തുകളും ജൊനാഥൻ അയക്കുന്നുണ്ട്. എന്നാൽ ഇത് അവളുടെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ തന്നെ ഈ പ്രഭു എടുക്കും, വായിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ പ്രഭു അറിയാണ് ജൊനാഥന്റെ കാമുകി, അതായത് ഇയാളുടെ മകൾ പ്രഗ്നന്റ് ആണെന്ന്. അവിടെ ആകെ തളർന്നിരുന്നു പോവാണ്. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ജൊനാഥന് നോക്കുകയാണെങ്കിൽ അന്ന് ആ നാട്ടിൽ നിന്ന് ഓടിയതാണ്, എവിടെയും നിന്നിട്ടില്ല. അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ വല്ലാതെ ടയേർഡ് ആയി പോയിട്ടുണ്ട്. അവനാണെങ്കിൽ ആ ഒരു ക്ഷീണത്തിൽ അവന്റെ ആ ഒരു കുതിരവണ്ടി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് നാട്ടുകാരിൽ ഒരു രണ്ട് പയ്യന്മാര് പതിയെ കയറി വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്നും എന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജൊനാഥൻ ചാടി എഴുന്നേൽക്കുകയാണ്. ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ പയ്യന്മാരാകെ പേടിച്ചു നിൽക്കുമ്പോൾ ജൊനാഥൻ ചോദിക്കുകയാണ്, ഞാനൊന്നും ചെയ്യില്ല, കഴിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ പയ്യന്മാര് പറയുന്നത്, ഉണ്ടല്ലോ, ഭക്ഷണം എടുക്കുകയാണ്. എന്തായാലും ഭക്ഷണം 3 പേരും കൂടെ നല്ല ജോളിയായിട്ട് കഴിക്കുകയാണ്. അതുപോലെ തന്നെ കുതിരവണ്ടി മുന്നോട്ടേക്കും പോകുന്നുണ്ട്. ഇപ്പൊ ജൊനാഥൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് നിങ്ങളുടെയൊക്കെ പരിപാടി? ഇപ്പൊ ഈ രണ്ട് പയ്യന്മാരും പറയുന്നത്, ഞങ്ങള് പുരോഹിതരാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു ഗ്രാമമുണ്ടോ? അപ്പൊ ഈ രണ്ട് പയ്യന്മാര് പറയുന്നത്, ഇവിടെ ഒരു ഗ്രാമമുണ്ട്, പക്ഷെ അത് ഭയങ്കരമായിട്ട് ശപിക്കപ്പെട്ടതാണ്, ഒരുപാട് ദുരൂഹതകൾ അവിടെയുണ്ട്. ഇത് കേട്ടപ്പോ ജൊനാഥൻ ചിരിക്കുകയാണ്. ദുരൂഹതകൾ ആരെങ്കിലും നന്നായിട്ടിട്ട് പറ്റിക്കുന്നുണ്ടാവും. അല്ല നിങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് എന്തെങ്കിലും നേരിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിനോ, കണ്ടിനോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ രണ്ട് ചെറുക്കന്മാരും ഒരു അനുഭവം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവര് 2 പേരല്ല 3 പേരുണ്ടായിരുന്നു. 3-ാമത്തെ ആള് മറ്റാരുമല്ല, കോമാ ബ്രൂട്ടസ്, തുടക്കത്തിൽ മരിച്ചുപോയ ആ ഒരു ഫാദർ തന്നെ. അപ്പോ ഇവര് 3 പേരും കൂടെ, അതായത് ഫാദർ ആകാൻ വേണ്ടി പഠിക്കുന്ന ഈ 3 പേരും കൂടെ ആദ്യമായിട്ട് ഈ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ തങ്ങാനായിട്ട് ഒരു സത്രം നോക്കി നടക്കുമ്പോൾ ഒരു വൃദ്ധയാണ് ഇവർക്ക് തങ്ങാനുള്ള സ്ഥലം കൊടുത്തത്. എന്തായാലും ഭക്ഷണം എല്ലാം കഴിച്ച് രാത്രി ഇവർ 3 പേരും വിശ്രമിക്കാൻ നിന്നപ്പോൾ ഞങ്ങൾ 2 പേരും ഉറങ്ങിപ്പോയി. എന്നാൽ കോമാ ബ്രൂട്ടസ് നോക്കുന്ന സമയത്ത് ഈ ഒരു ആശ്രയം തന്ന മുത്തശ്ശി ഉണ്ടല്ലോ, അതൊരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല. ഒരു കർട്ടന്റെ മറവിൽ നിന്ന് നോക്കുന്ന സമയത്ത് കോമാ ബ്രൂട്ടസിന് അതീവ സുന്ദരിയായിട്ടുള്ള ഭയങ്കര ഷേപ്പുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് തോന്നിയത്. എന്നാൽ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ഒരു കിഴവിയായിട്ടുള്ള നമുക്ക് അഭയം തന്ന ആ ഒരു വൃദ്ധ പെട്ടെന്ന് തന്നെ കോമാ ബ്രൂട്ടസിന്റെ കഴുത്തിലേക്ക് ആ ഒരു വൃദ്ധ ഇറുക്കി പിടിക്കുകയാണ്. അവനെയും കൊണ്ട് ആകാശത്തിലേക്ക് പറന്നുയർന്നു. അങ്ങനെ ഒരു നദിയുടെ മുകളിലൂടെ പോകുന്ന സമയത്ത് കോമാ ബ്രൂട്ടസ് ഒരു കാര്യം കണ്ടു. നദിയിൽ ആ ഒരു റിഫ്ലക്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, ആ മന്ത്രവാദിനി, ഇവരുടെ മുഖം ആ കണ്ണാടിയിൽ റിഫ്ലക്ഷൻ നോക്കുന്ന സമയത്ത് അതൊരു വൃദ്ധയായിട്ടുള്ള അതീവ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് തോന്നുന്നത്. ഇന്ന് ഈ കഥയൊക്കെ കേൾക്കുന്ന സമയത്ത് ജൊനാഥൻ അങ്ങ് ചിരിക്കുകയാണ്. നന്നായിട്ട് ആരോ പറ്റിച്ച് വിടുന്നുണ്ട് പയ്യന്മാരെ. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ഈ ഗ്രാമത്തിൽ കാണിക്കുകയാണ്. അവിടെ ഇപ്പൊ ആ ഒരു ഫാദർ ഉണ്ട്. ഫാദർ ഇപ്പോ എന്താ പറയാ, ആ ഒരു പഴയ ചർച്ച് ഇല്ലാതെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു ചർച്ചും സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ താഴെയാണ് ഈ ഫാദർ താമസിക്കുന്നത്. അതിന്റെ മുകളിൽ ഒരു സ്റ്റേജ് പോലെയാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ ഒരു ഫാദർ ഉറക്കനെ വിളിച്ചു പറയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, നമ്മുടെ ഈ ഒരു നാടിനെ പല രീതിയിലുള്ള ചെകുത്താന്മാർ ദുഷ്ടശക്തികൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരും. ഇതേ സമയത്ത് തന്നെ മരങ്ങൾക്കിടയിലൂടെ അതീവ ഭീകര രൂപമുള്ള ഒരുപാട് മുഖങ്ങൾ അങ്ങനെ ഈ ഒരു ഗ്രാമത്തെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. ഫാദർ പറഞ്ഞതുപോലെ തന്നെ ഈ നാടിനെ ഏതോ ഒരു പൈശാചിക ശക്തി വല്ലാതെ വളഞ്ഞിരിക്കുകയാണ്. അടുത്ത സീനില് ഇപ്പൊ നമ്മുടെ ജൊനാഥനെ കാണിക്കുകയാണ്. അവന്റെ കൂടെ ഇപ്പൊ ആ 2 പയ്യന്മാര്, അതായത് കോമാ ബ്രൂട്ടസിന്റെ കൂട്ടുകാരുണ്ടല്ലോ, ഏകദേശം ആ ഒരു ഗ്രാമത്തിന്റെ അടുത്ത് എത്താനായപ്പോ ഈ പയ്യന്മാര് പറയാണ്, ഞങ്ങളില്ലേ, ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ്, കാട്ടിലായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു കുതിരവണ്ടിയിൽ നിന്നും ഇറങ്ങി ഗ്രാമത്തിന്റെ ഓപ്പോസിറ്റിലേക്ക് ഇറങ്ങി ഓടുകയാണ്. എന്തായാലും വണ്ടി നിർത്തിയതല്ലേ, ഒന്ന് മുള്ളിയേക്കാന്ന് കരുതിയിട്ട് ജൊനാഥൻ അവിടെ വണ്ടി നിർത്തുകയാണ്. ആ സമയത്താണ് കുറച്ച് ചെന്നായ്ക്കള് ആ ഒരു താഴ്വരയിലൂടെ താഴേക്ക് ഇങ്ങനെ വരുന്നത്. ഇതിനെ കണ്ടപ്പോ കുതിരകൾ ഒന്ന് പാളി പോവാണ്. ഇവരുടെ മുതലാളി കയറിയിട്ടുണ്ടോ ഇല്ലേ ഒന്നും നോക്കിയില്ല. ആ ഒരു ഭയത്തിൽ കുതിരകൾ ഓടാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജൊനാഥൻ ആ ഒഴിച്ചു വെച്ച മൂത്രം മുഴുവൻ ആ
ആക്കാതെ ഓടിച്ചെന്ന് കയറുകയാണ് കുതിരവണ്ടിയിലേക്ക്. എന്നാൽ കുതിരയാണെങ്കിൽ വെപ്രാളം പിടിച്ച് വല്ലാത്ത വേഗത്തിൽ ഓടുകയാണ്. ഇതിനെയാണെങ്കിൽ നിർത്താനും പറ്റുന്നില്ല. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഇതിന്റെ മുകളിലേക്ക് ചാടി കയറുകയാണ്. ആ പോകുന്ന പോക്കില് ഈ നാട്ടുകാര് കുറച്ചുപേരൊക്കെ ഇവിടെ വേലിയും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് ഭയങ്കര വേഗത്തിലാണ് പോകുന്നത്. മാത്രമല്ല അവിടെ കുറച്ച് തീപ്പന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കാരണം ഈ കുതിരവണ്ടിയുടെ ബേക്കിൽ തീ പിടിക്കുന്നുണ്ട്. ഇപ്പൊ നാട്ടുകാർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, ഇവർക്ക് നേരെ തീപ്പന്തമുള്ള ഒരു വലിയ കുതിരവണ്ടി വരുന്നു. എല്ലാവരും ആകെ പേടിച്ചു പോയി. ഇപ്പൊ പെട്ടെന്ന് ആ ഒരു കുതിര വന്ന് നിന്ന ഫോഴ്സിൽ നമ്മുടെ ജൊനാഥൻ തെറിച്ചു പോയിട്ട് ചളിയിൽ വീഴാണ്. ഇതേ സമയത്ത് തന്നെ മീശക്കാരൻ അതിലൊരുത്തം പോയിട്ട് നമ്മുടെ ഈ ജൊനാഥന്റെ വണ്ടിയിൽ നോക്കുമ്പോൾ ഒരു ബുക്ക് കിട്ടുന്നുണ്ട്. ബുക്ക് നേരെ കൊണ്ടുപോയിട്ട് ഫാദറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഫാദർ ഇപ്പൊ അതിങ്ങനെ നോക്കുന്നുണ്ട്, ഒരു തേങ്ങ മനസ്സിലാവുന്നില്ല. എന്നാൽ നാട്ടുകാരുടെ നേരെ ചൂണ്ടിട്ട് പറയുന്നത്, കണ്ടോ, ഇത് ചെകുത്താന്റെ ഭാഷയാണ്, നമ്മളെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു ചെകുത്താനാണ്, ഇവനെ തല്ലിക്കൊല്ലിന്ന് പറഞ്ഞിട്ട് ഫാദർ ഈ ഒരു കാര്യം ഇവരോട് ചെയ്യാൻ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇവരുടെ പ്രഭു ആയിട്ടുള്ള ദൊറോഷ് വരികയാണ്. ഇമാതിരി കാര്യത്തിലൊന്നും ദൊറോഷിന് ഒരു വിശ്വാസവും. ദൊറോഷ് ഇപ്പൊ ആ ഒരു ബുക്ക് മേടിച്ചു നോക്കുകയാണ്. പുറത്ത് തന്നെ ജൊനാഥൻ ഗ്രേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആരാണ് ഈ ജൊനാഥൻ ചോദിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ജൊനാഥൻ കൈവെക്കുകയാണ്. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു സയന്റിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു കാർട്ടോഗ്രാഫർ ആണ്, ഈ ഭൂമിയുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരച്ചുണ്ടാക്കും ഞാൻ. ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് തങ്ങാനുള്ള സ്ഥലം ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ദൊറോഷ് തന്നെ നമ്മുടെ ജൊനാഥന് താമസിക്കാനായിട്ട് ഒരു സ്ഥലം ഏർപ്പാടാക്കി കൊടുക്കുകയാണ്. അതായത് തുടക്കത്തിൽ മരിച്ചുപോയ ഈ ദൊറോഷിന്റെ മകളുണ്ടല്ലോ സ്റ്റെല്ലയുടെ കൂട്ടുകാരിയായിട്ടുള്ള നസ്റ്റോഷ്യ, ഒരുമാതിരി മറ്റേടത്തെ പേരാ, നാക്ക് കിടന്നിങ്ങനെ ഉളുക്കുന്നുണ്ട്. തൽക്കാലം ഞാൻ ഷോർട്ടായിട്ടൊക്കെ പറയട്ടോ, നസ്റ്റു ഇഷിയ എന്നൊക്കെ പറയും. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നസ്റ്റുവിന്റെ അച്ഛന്റെ വീട്ടിലേക്കാണ് ജൊനാഥൻ ഇപ്പൊ ആക്കി കൊടുത്തത്. എന്തായാലും കുറെ നാളത്തെ യാത്രയല്ലേ, നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ മൂപ്പര് നന്നായിട്ടൊന്ന് ഷേവും അതുപോലെ തന്നെ കുളിച്ച് വൃത്തിയാവുന്നൊക്കെ ഉണ്ട്. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് നസ്റ്റൂഷ്യ വരുന്നുണ്ട്, ഡ്രസ്സും കാര്യങ്ങളും എടുത്തു പോവാണ്. അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യാതൊരു റെസ്പോൺസും നസ്റ്റൂഷ്യയുടെ ഭാഗത്തുനിന്നില്ല. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കാര്യത്തിൽ ആ ഒരു ഷോക്ക് അവൾക്ക് ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ അധികം സംസാരിക്കാറൊന്നുമില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ജൊനാഥൻ ഇപ്പോ അവന്റെ പണിയെടുക്കുമ്പോൾ പെട്ടെന്ന് ബേക്കിലൊരു മുത്തശ്ശി വന്ന് നിൽക്കുന്നത്. ആകെ പേടിച്ചു പോകണം അവന്. എന്നാലും എങ്ങനെയൊക്കെ അത് മാനേജ് ചെയ്യണം. മുത്തശ്ശിയെ പതിയെ റൂമിന്റെ പുറത്തേക്ക് ആകുന്നുണ്ട്. ഇപ്പൊ ജൊനാഥൻ വിചാരിക്കുകയാണ്, ഇനി ആ പിള്ളേര് പറഞ്ഞ ആ മന്ത്രവാദിയായിട്ടുള്ള മുത്തശ്ശി ഇതെങ്ങനെ ആയിരിക്കുമോ, എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് ജൊനാഥൻ അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും അതാ ഈ മുറിയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു ഓട്ടയുണ്ട്. അതിലൂടെ ഒരുതം തലയിട്ട് നോക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ദൊറോഷ് എന്ന് പറഞ്ഞ പ്രഭു ഉണ്ടല്ലോ, മൂപ്പരുടെ ഒരു അസിസ്റ്റന്റ് ആണ്, എപ്പോഴും കൂടെ ഉണ്ടാവും. മൂപ്പരുടെ പേര് പെട്രോസ് എന്നാണ്. അപ്പൊ പെട്രോസ് വന്നിട്ട് പറയാണ്, ജൊനാഥൻ നമ്മുടെ പ്രഭുവിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നാൽ ഈ കാര്യം വേറെ ആരോടും പറയണ്ട കേട്ടോ. അങ്ങനെ അതീവ രഹസ്യമായിട്ട് തന്നെ ജൊനാഥനെയും കൂട്ടിയിട്ട് പെട്രോസ് നേരെ ദൊറോഷിന്റെ അടുത്തേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഫാദർ കറുപ്പുമീശ വെള്ളമീശ ഈ രണ്ടാൾക്കാരെയും വിളിച്ചിട്ട് പറയാണ്, ഇപ്പൊ വന്ന ആളുണ്ടല്ലോ ജൊനാഥൻ, എനിക്ക് അയാൾ നല്ല സംശയമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇയാളായിരിക്കുമോ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അയാളെ നന്നായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, അയാളെ നിരീക്ഷിക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് വ്യക്തമായിട്ട് അയാൾക്ക് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ദൊറോഷിന്റെ വീട്ടിലേക്ക് ഇപ്പൊ നമ്മുടെ ജൊനാഥൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ദൊറോഷ് ചോദിക്കാണ്, നിനക്ക് ഈ ഭൂതം പ്രേതം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസമുണ്ടോ? ജൊനാഥൻ പറയണ, എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. എന്നാ പിന്നെ നിന്നെ പോലെ ഒരുത്തന്നെ തന്നെയാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഒരു പഴയ ചർച്ച ഉണ്ട്, ഒരുപാട് ദുരൂഹതകളും ഐതിഹ്യങ്ങളും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു കൊമ്പുള്ള മൃഗത്തിനെ കുറിച്ച് ഈ നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് നീ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ നാടിന്റെ ഒരു ഭൂപടം അതും നീ എനിക്ക് വരച്ചു തരണം. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഞാൻ 1000 സ്വർണ്ണ നാണയങ്ങൾ നിനക്ക് തരും. കേട്ട പാതി കേൾക്കാത്ത പാതി ജൊനാഥൻ ആ ഒരു ജോലി ഏറ്റെടുക്കുകയാണ്. അവന്റെ ആ ഒരു രീതിയിൽ ഭൂതവും പ്രേതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ധൈര്യമായിട്ട് നീ ജോലി ചെയ്യാലോ എന്ന് അവിടെയുള്ള ആ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോൾ ആകെ ഒരു സ്വർണ്ണ നാണയേ ഉള്ളൂ. ഇത് കൊടുത്തിട്ട് ദൊറോഷ് പറയാണ്, ഇത് വേറൊരു അഡ്വാൻസ് ആണ്, ബാക്കിയുള്ള കാശ് പണി കഴിയട്ടെ എന്നിട്ട് തരാം. എന്തായാലും ഇവരുടെ ആ ഒരു സംസാരം കഴിഞ്ഞപ്പോൾ മറ്റാരും കാണാതെ ദൊറോഷിന്റെ വീട്ടിൽ നിന്നും ജൊനാഥനെ അവന്റെ ആ ഒരു താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പെട്രോസ് ആക്കി കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഫാദറിന്റെ ആൾക്കാരുണ്ടല്ലോ, അതായത് ആ കറുപ്പ് മീശ വെള്ളമീശ വേറെ 2 ആൾക്കാർ ഇവർ അങ്ങോട്ടേക്ക് വന്നിട്ട്, എവിടെ ജൊനാഥൻ, കണ്ടിട്ട് കുറെ നേരമല്ലോ, വാ നമുക്ക് ചുമ്മാ സംസാരിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര കൂട്ടുകാരെ പോലെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ ഈ നാട്ടിൽ നടന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ജൊനാഥനോട് ഈ ഒരു മീശക്കാരൻ ബ്രദേഴ്സ് ഉണ്ടല്ലോ ഇവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ദൊറോഷിന്റെ മകള് മരിച്ചുപോയി. അപ്പോ ആ ഒരു ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഫാദറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, കോമാ ബ്രൂട്ടസ്. ഇയാൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് എന്തോ ഒരു മോഹം, അതായത് ഈ സ്റ്റെല്ല എന്ന് പറഞ്ഞ പെൺകുട്ടി ഭയങ്കര സുന്ദരിയാണ്, ഇവളുടെ അടുത്തേക്ക് പോയി. പെട്ടെന്ന് അവളുടെ ആ ഒരു ബോഡി ഈ ശവപ്പെട്ടിയുടെ അടിയിലേക്ക് താന്നങ്ങ് പോയി. പിന്നെ അതിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് വേരുകളാണ് പുറത്തേക്ക് വന്നത്. ഒരു പിശാചിനെ പോലെ ഇവൻ ആക്രമിക്കാൻ നോക്കി. എന്നാൽ അവന്റെ കയ്യിൽ ആ ഒരു മാന്ത്രിക ചോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു വൃത്തം വരച്ച് അതിന്റെ ഉള്ളിൽ അവൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു. ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ജൊനാഥൻ പറയാണ്, എന്നാ ശരി പിന്നെ ഞാൻ പോയിട്ട് കിടക്കട്ടെ എന്ന് പറയാണ്. അതായത് ഇതൊക്കെ നല്ല ഒന്നാം തരം തള്ളുകഥകളാണ് ജൊനാഥൻ വിചാരിക്കുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ നസ്റ്റൂഷ്യ, അവളുടെ വീട്ടിലാണല്ലോ ഇവരെല്ലാവരും ഇപ്പോൾ ഉള്ളത്. അവള് കുറച്ച് ഭക്ഷണവുമായിട്ട് ആ ഒരു തടാകത്തിലേക്ക് പോവാണ്. കാരണം എന്താണ്, ആ തടാകത്തിലെ കൊമ്പുള്ള ആ ഒരു ജീവിയുണ്ട്, വി ആണ് അവളെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു നന്ദി സൂചകമായിട്ടാണ് നസ്റ്റൂഷ്യ ഭക്ഷണവുമായിട്ട് അതിനിങ്ങനെ കൊണ്ടേ കൊടുക്കുന്നത്. അത് മിക്ക ദിവസവും അവള് ചെയ്യും. എന്തായാലും നമ്മുടെ ജൊനാഥൻ ഇവിടുന്ന് പോയിട്ട് കിടക്കാൻ നിൽക്കുമ്പോൾ കറുപ്പുമീശക്കാരെ ബ്രദേഴ്സ് ഉണ്ടല്ലോ, അതിലൊരുത്തം പറയാണ്, നീ പോകല്ലേ, ഇനിയും കാര്യങ്ങൾ ഒരുപാട് കേൾക്കാനുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ജൊനാഥൻ ചോദിക്കുകയാണ്, എടോ ഇതിനൊക്കെ വല്ല തെളിവുണ്ടോ? ഇപ്പൊ അതിലൊരു മീശക്കാരൻ പറയാണ്, ഈ കാര്യം ഞാൻ എന്റെ കണ്ണോട് നേരിട്ട് കണ്ടതാണ്, എന്താണെന്നല്ലേ. ഇവൻ ആ ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പെട്ടി അവന്റെ നേരെ വന്നു. ഭയമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പെട്ടിയെ അവൻ ആഞ്ഞൊന്ന് വെട്ടി. അതിന്റെ ഉള്ളിൽ നിന്നും വന്നത് വെറും ചോരകൾ മാത്രമായിരുന്നു. മറ്റെവിടെ നിന്നും പിന്നീട് വന്ന ആ ഒരു ഭൂതം അവനെ അറ്റാക്ക് ചെയ്തു. അവൻ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും അന്ന് കുറച്ചു നേരെങ്കിലും അവന് ജീവനോടെ നിൽക്കാൻ കഴിഞ്ഞത് ഈ ഒരു ചോക്കുള്ളത് കൊണ്ടാണ്, മാന്ത്രിക ചോക്കുള്ളത് കൊണ്ട്. ആഹാ, നല്ല ഒന്നാന്തരം വെട്ടിക്കഥകൾ. ഇതെല്ലാം കേട്ട് നമ്മുടെ ജോനാഥൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിൽ എന്തോ കുടുങ്ങിയതുപോലെ എന്തപ്പോ ഇത് സാധനം എന്ന് കരുതിയിട്ട് വായിലുള്ള ആ ഒരു സാധനം പതി ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരുമാതിരി രീതിയിലുള്ള ഒരു ജന്തുവായിരുന്നു അത്. മാത്രല്ല ഇതിനുശേഷം നമ്മുടെ ജോനാഥൻ നോക്കുമ്പോൾ ഇത്രയും നേരം അവന്റെ കൂടെ ഇരുന്ന് സംസാരിച്ച എല്ലാവരും, ഈ മീശക്കാരും ബ്രദേഴ്സ് അടക്കം, ഒരുമാതിരി വിചിത്ര രൂപങ്ങളായി മാറിയിരിക്കുകയാണ്. ഇതിപ്പോ നമ്മുടെ ഈ ഒരു ജോനാഥനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പേടിച്ചു പോയ ജോനാഥൻ ടേബിളിന്റെ അടിയിൽ പോയി ഒളിക്കുകയാണ്. എന്നാലും പല രീതിയിലുള്ള രൂപങ്ങൾ വന്ന് അവൻ ആക്രമിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ചോക്കിന്റെ കാര്യം ജോനാഥന് ഓർമ്മ വരികയാണ്. ആ ഒരു ചോക്ക് വെച്ച് അവന്റെ ചുറ്റും ആ ഒരു വൃത്തം വരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രൂപങ്ങൾക്ക് ഇപ്പൊ ജോനാഥനെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ പെട്ടെന്ന് അവന്റെ ചുറ്റും ചില മാറ്റങ്ങൾ വരികയാണ്. ഈ രൂപങ്ങളൊക്കെ ഇല്ലാതായി. എന്നാൽ ഇതിനുശേഷം ദൊറോഷിന്റെ മകളായിട്ടുള്ള സ്റ്റെല്ലയുടെ ആത്മാവ് ഇത് അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ ചെവിയിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1000 കണ്ണുകളുള്ള ഒരു പ്രത്യേകതരം രൂപം ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവനങ്ങനെ നോക്കുകയാണ്. എല്ലാ രഹസ്യങ്ങളും ഇവന് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഇപ്പോ ഈ സ്റ്റെല്ലയുടെ ആത്മാവ് അവന്റെ ചെവിയിൽ പറയുന്നുണ്ട്, ആ ഒരു കൊമ്പ്, ആ ഒരു മൃഗം അതിന്റെ പിന്നിൽ ആരാണെന്ന് നിനക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഇതെല്ലാം പെട്ടെന്ന് ഇല്ലാതാവുകയാണ്. എന്തായാലും നമ്മുടെ ജോനാഥന്റെ ബോധവും പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയായി മൂത്രം പോയ ജെഡിയും കഴുകിയിട്ട് അവൻ ചുറ്റും നോക്കുമ്പോൾ ഫുള്ള് ചാരാണ്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി കണ്ട ആ ഒരു മീശക്കാരും ബ്രദേഴ്സൊക്കെ ബോധം ഇല്ലാതെ ആ ഒരു ടേബിളിന്റെ മുകളിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇന്നലെ രാത്രി കണ്ടതൊന്നും ഒറിജിനൽ ആയിരുന്നില്ലേ, ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു. ഇതേ സമയത്ത് തന്നെ ആ വീട്ടിൽ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്ന ചെറിയ എന്തോ ഒരു രൂപത്തെ നോക്കിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു രഹസ്യം കണ്ടുപിടിക്കാൻ ഇവനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ, ജോനാഥനെ കൊണ്ട് മാത്രം. എന്തായാലും ജോനാഥൻ അധികം വൈകിച്ചില്ല. ഇപ്പോ ദൊറോഷിന്റെ സഹായിയായിട്ടുള്ള പെട്രോസ് ഇവനെയും കൂട്ടി നേരെ ആ ഒരു പഴയ ചർച്ചിലേക്ക് പോവാണ്. ഈ ഒരു വിവരം അറിഞ്ഞ ഫാദർ ഉണ്ടല്ലോ, വെള്ളമീശ, ഇവരെ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ചർച്ചിന്റെ താഴെ ജോനാഥനും പെട്രോസും വന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു പള്ളിയിലേക്ക് കയറാൻ പെട്രോസിന് തീരെ ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു കയർ അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോ ജോനാഥൻ അതിന്റെ മറ്റേ അറ്റം അവന്റെ അരയിലും കെട്ടുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കയർ പിടിച്ച് ഞാൻ വലിക്കും, അപ്പൊ അങ്ങോട്ടേക്ക് വരണം. ഇവരുടെ പിന്നാലെ വന്ന ആ ഒരു വെള്ളമീശക്കാരൻ ഇപ്പൊ ഇവർ ഇങ്ങോട്ടേക്കാണല്ലേ വന്നത്, എന്തായിരിക്കും ഇവരുടെ പരിപാടി, ഒന്നും അറിയാതെ ഇയാൾ ഇങ്ങനെ നിൽക്കാണ്. എന്നാൽ ഇയാൾക്കും പേടിയാണ് അധികം നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാനേ. ഇയാൾ വേഗം പോവാണ് ഇവിടുന്ന്. പോകുന്ന സമയത്ത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു എന്താ പറയാ ഒരു കുറ്റി ഉണ്ടല്ലോ, അത് അവിടെ വീണ് പോകുന്നുണ്ട്. എന്നാൽ വെള്ളമീശക്കാരന്റെ കയ്യിൽ നിന്നും ഈ ഒരു കാര്യം വീണ് പോയത് ഇയാൾ ശ്രദ്ധിച്ചില്ല. എന്ന് അങ്ങോട്ടേക്ക് വന്ന ഉണ്ടല്ലോ, ആ ഒരു മൃഗം ആ ഒരു സ്റ്റിക്ക് എടുക്കുകയാണ്, സിഗരറ്റ് വലിക്കുന്ന സ്റ്റിക്ക്. അതുപോലെ ഇപ്പൊ ആ ഒരു വലിയ ചർച്ച ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു മുകളിലേക്ക് പരമാവധി വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോനാഥൻ. മുകളിലേക്ക് എത്തിയ സമയത്ത് പൂർണ്ണമായിട്ടും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ജോനാഥനെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ നിന്ന് തന്നെ ഇനി വർക്ക് ചെയ്യാൻ വേണ്ടി പോകണം ജോനാഥൻ. എന്തായാലും ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ആ ഒരു കറുപ്പ് മീശക്കാരനുണ്ടല്ലോ, ഇയാൾക്ക് കിട്ടിയ ആ ഒരു സ്വർണം, അതായത് ഈ ഫാദർ അന്ന് ആ ഒരു ചർച്ചിൽ നിന്നും ഇറങ്ങി ഓടിയപ്പോൾ ഇവർ രണ്ടുപേരും ആണല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറിയത്. അപ്പൊ അവർ ആ ഒരു സ്വർണ്ണം എടുത്ത് കീശയിൽ പരമാവധി ഒളിപ്പിച്ച് വെച്ചില്ലേ. അപ്പൊ ഈ ഒരു കറുപ്പ് മീശക്കാരൻ ഇതൊരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് മാന്തി എടുത്ത് അധികം അത് അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കുമ്പോൾ ഈ വെള്ളമീശക്കാരൻ ഇങ്ങോട്ടേക്ക് വരികയാണ്. എന്തായാലും വെള്ളമീശക്കാരൻ ഈ ഒരു കാര്യം കണ്ടോ ഇല്ലയോ എന്ന് ഈ കറുപ്പ് മീശയ്ക്ക് അറിയില്ല കേട്ടോ, രണ്ടുപേരും ബ്രദേഴ്സ് ആണ്. എന്തായാലും വന്ന് ഈ വെള്ളമീശക്കാരൻ പറയാണ് അവർ രണ്ടുപേരും പോയിരിക്കുന്നത് ആ ഒരു പഴയ ചർച്ചിന്റെ അടുത്തേക്കാണ്. ഈ കാര്യം എന്തായാലും ഫാദറിനോട് പറയണം. ഇത് പറയാനായിട്ട് നേരെ ഇവർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഫാദറിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ആ ഒരു ചർച്ചിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. പിശാചിനെ വരെ വെല്ലുവിളിക്കുകയാണ്. ഈ ചെയ്യുന്ന പാപങ്ങൾക്കൊക്കെ നമുക്ക് വലിയ ശിക്ഷ വരില്ലേ ഫാദർ. ഇത് കേൾക്കുന്ന സമയത്ത് ഫാദർ പറയാണ്, നിങ്ങൾക്ക് വരെ ഇത് മനസ്സിലായി, എന്നിട്ടും അവന് തങ്ങാൻ സ്ഥലം കൊടുത്തത് ആരാണ്? നമ്മുടെ പ്രഭുവാണ്, ദൊറോഷാണ്. ഇയാൾക്ക് ഇതൊക്കെ ഇനി എന്നാണാവും മനസ്സിലാകുക. എന്തായാലും നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാനിവിടെ ഉണ്ട്. എന്തായാലും പ്രാർത്ഥനയ്ക്ക് സമയമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫാദർ നേരെ മുകളിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് ആ ഒരു പഴയ ചർച്ചിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ജോനാഥൻ ഏകദേശം ആ ഒരു നാടിന്റെ ഭൂപടവും കാര്യങ്ങളൊക്കെ വരച്ചു തീർത്തിട്ടുണ്ട്. അതിപ്പോ ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കാണ്. ഇതിനുശേഷം ഇത് പുറകിൽ വെച്ച് എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് എടുക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭൂപടം അവിടെ കാണാനില്ല. അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ഹോളിലൂടെ ജോനാഥൻ നോക്കുമ്പോൾ ഒരു വലിയ ഭയങ്കര ഭാരമുള്ള ഒരു കുരിശ് ഇപ്പൊ ജോനാഥന് നേരെ വരികയാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ ജോനാഥൻ ഒന്ന് ഞെട്ടുന്നുണ്ട്, അവിടെ ഒന്ന് കുലുങ്ങി പോവാണ്. അപ്പൊ ആ ഒരു കുലുക്കത്തിൽ ജോനാഥൻ പിന്നിലേക്ക് വീഴുകയാണ്. എന്നാൽ അവന്റെ അരയിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ടല്ലോ. ഇതിന്റെ മറുഭാഗം എവിടെയാണുള്ളത്? നമ്മുടെ പെട്രോസിന്റെ കയ്യിൽ. അപ്പൊ ജോനാഥൻ ഇതുപോലെ ഒരു അപകടം സംഭവിച്ചെന്ന് പെട്രോസിന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവൻ ആ ഒരു കയറിൽ ഇറക്കി പിടിക്കുകയാണ്. ഇപ്പൊ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ജോനാഥൻ ഇപ്പൊ ആ ഒരു കയറിൽ അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ. അതിന്റെ മറുഭാഗം ഈ പെട്രോസിന്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ജോനാഥൻ രക്ഷപ്പെട്ടു. എന്തായാലും രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോനാഥൻ പറയണം, എനിക്ക് അതിന്റെ ഉള്ളിൽ പോകണം, ഇനി അതിന്റെ സാധനങ്ങൾ എടുക്കണമെന്ന്. എന്നാൽ പെട്രോസ് ഇതിന് സമ്മതിക്കുന്നില്ല. ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് പോവേ വേണ്ടെന്ന് പറഞ്ഞിട്ട് വലിച്ചോണ്ട് പോവാണ്. ഇതേ സമയത്തിന് ആ ഒരു കറുപ്പ് മീശക്കാരൻ ഇവൻ കുഴിച്ചിട്ട ആ ഒരു സ്വർണം അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ സാധനം അവിടെ കാണുന്നില്ല. ആ സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ ഇപ്പൊ മിസ്സാണ്. അതുപോലെ തന്നെ അവന്റെ ബ്രദർ ആയിട്ടുള്ള ആ ഒരു വെള്ളമീശക്കാരൻ ഉണ്ടല്ലോ, ഇയാളുടെ ആ ഒരു സിഗരറ്റ് വലിക്കുന്ന ആ ഒരു സ്റ്റിക്ക് അത് അവിടെ വീണ് എടുക്കുന്നുണ്ട്. ഇതിലൂടെ ഇയാൾ എന്ത് മനസ്സിലാക്കും? ഇയാളുടെ ആ ഒരു സ്വർണം മുഴുവൻ എടുത്തത് ആരായിരിക്കും? സ്വന്തം സഹോദരനായിട്ടുള്ള വെള്ളമീശക്കാരൻ തന്നെ. അടുത്ത സീനിൽ ഈ വെള്ളമീശക്കാരനെ കാണിക്കാണ്. ഫാദറിന്റെ ആ ഒരു വലിയ ചർച്ച എന്ന് പറയുന്നില്ലേ, വലിയ ചർച്ച എന്നൊന്നും പറയാൻ കഴിയില്ല, ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ ആണ്. അതിന്റെ മുകളിലാണ് സ്റ്റേജ്. ഇതിന്റെ മുകളിൽ വന്നിട്ടാണ് ഫാദർ ഈ ആൾക്കാരോട് പ്രസംഗിക്കുകയും
സംസാരിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇതിന്റെ അടിയിൽ എന്തൊക്കെയോ ചില മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ പൊട്ടനെ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പൊ ഫാദർ എല്ലാവരെയും നോക്കിയിട്ട് പറയാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട, പല രീതിയിലുള്ള പ്രാർത്ഥനകളും എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു രീതിയിലുള്ള പിശാചുകളും നിങ്ങളെ ബാധിക്കില്ല, നിങ്ങൾ ഉപദ്രവിക്കില്ല. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടാൽ മതി. അങ്ങനെ പല രീതിയിലുള്ള പ്രാർത്ഥനകൾ ഈ ഫാദർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം കണ്ട് പ്രാന്തളകിയ നമ്മുടെ പ്രഭു ഉണ്ടല്ലോ, ദൊറോഷ്, കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി ഒരു ഏറ്റേറി നിന്നിട്ട് പന കഴിവറിയുടെ മോനെന്ന് പറഞ്ഞിട്ട് ഒരേ പോക്ക് പോവുകയാണ്. അതായത് നമ്മുടെ ഫാദർ എന്തോ ഒരു ഉഡായിപ്പാണെന്ന് ദൊറോഷ് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഫാദർ ഒരു ആവശ്യമില്ലാത്ത വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. സയന്റിസ്റ്റുകളെയോ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല, അവരൊക്കെ നുണയന്മാരാണ്. ഇതേ സമയത്താണ് ജൊനാഥനെയും കൂട്ടിക്കൊണ്ട് പെട്രോസ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ദാ ഒരു ചെകുത്താൻ വരുന്നുണ്ട്, കല്ലെറിഞ്ഞ് ഓടിക്കാതിനെന്ന് പറയുമ്പോൾ പിള്ളേരടക്കം കല്ലെടുത്ത് എറിയാണ്. എന്നാൽ ഒരു വിധത്തിൽ പെട്രോസ് നമ്മുടെ ജൊനാഥനെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് ദൊറോഷിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ ദൊറോഷ് എന്തായി കാര്യങ്ങൾ, നീ അവിടെ എത്തിയിട്ട് എന്താ മനസ്സിലാക്കിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജൊനാഥൻ പറയാണ്, അവിടെ എന്തൊക്കെയോ പ്രേതങ്ങളും ഭൂതങ്ങളൊക്കെ ഉണ്ട്. ഇത് കേട്ടപ്പോൾ ദൊറോഷിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നീ അവരുടെ കൂട്ടത്തിൽ കൂടിയല്ലേ, ഇനി എനിക്ക് നിന്റെ സേവനം ആവശ്യമില്ല, ഒരു രൂപ പോലും ഞാൻ തരൂല്ല, നീ പൊയ്ക്കോന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വാഹനം തുറന്ന് ജൊനാഥൻ പോവാണ്. മറ്റൊരു വഴി അവനില്ലായിരുന്നു. ഇതുപോലെ തന്നെ ഫാദർ ആ ഒരു വെള്ളമീശക്കാരനെ വിളിച്ചിട്ട് പറയാണ്, എടാ ഞാൻ നിന്നെ വിശ്വസിച്ചാണ് അങ്ങോട്ടേക്ക് വിട്ടത്, അവരെ തട്ടിക്കളയാൻ വേണ്ടി, എന്നിട്ട് നീ എന്താ ചെയ്തത്? ഒരു കാര്യം ചെയ്യ്, ആ ഒരു പെട്രോസ് ഉണ്ടല്ലോ അവനെയും തൂക്കിയെടുത്ത് ഇങ്ങോട്ടേക്ക് വാ. പറഞ്ഞതുപോലെ തന്നെ ഈ വെള്ളമീശക്കാരൻ പെട്രോസിനെ തൂക്കിയെടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നല്ല പെടയും കൊടുത്തിട്ട് നിങ്ങൾ അവിടെ എന്തൊക്കെയാ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഫാദർ ഇവനെ ഒഴിവാക്കി വിടുകയാണ്. എന്നാൽ രാത്രി ആയ സമയത്ത് പെട്രോസ് വേഗം ചെന്നത് ജൊനാഥന്റെ അടുത്തേക്കാണ്. പതിയെ ആ ഒരു ഓട്ടോയിലൂടെ അവനെ വിളിച്ചിട്ട് പറയണ, ജൊനാഥ ഇനി ഇവിടെ നിൽക്കേണ്ട, നമ്മുടെ രണ്ടുപേരുടെ ജീവനും അത് ആപത്താണ്, നമുക്ക് ഇവിടുന്ന് പോവാം, കൂടെ ഞാനും ഉണ്ടാവും കേട്ടോ, എനിക്ക് വേറൊരു വഴിയില്ല, ഒരുമിച്ച് പോവാം എന്നുള്ള ആ ഒരു കാര്യം ജൊനാഥൻ സമ്മതിക്കുകയാണ്. മാത്രമല്ല പോകുന്ന സമയത്ത് ഞാൻ അവളെ കൂടെ കൂട്ടും കേട്ടോ, നസ്തൂഷിയെ ആ കൂട്ടിക്കോന്ന് ഇപ്പോൾ ജൊനാഥൻ പറയുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം പെട്രോസ് നേരെ നസ്തൂഷിയെ വിളിക്കാൻ വേണ്ടി അവളുടെ ആ ഒരു റൂമിന്റെ അരികിലേക്ക് എത്തുകയാണ്. തൊട്ടടുത്ത് തന്നെ അവളുടെ മുത്തശ്ശിയുണ്ട്. എന്നാൽ നസ്തൂഷിയെ വിളിച്ചിട്ട് വലിയ മൈൻഡൊന്നുമില്ല, ഒരുമാതിരി ഞാൻ പറഞ്ഞല്ലോ, ഒരു കിളി പോയ അവസ്ഥയിൽ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ പെട്രോസ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് നസ്തൂഷി വരികയാണ്. പോകാന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ജൊനാഥന്റെ അടുത്തേക്ക് പെട്രോസ് ചെന്ന് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം, ഒരു തോണിയിൽ ഇരുന്നോന്നാണ്ടോ പറയുന്നത്. ഇതേ സമയത്ത് തന്നെ പെട്രോസ് നോക്കുമ്പോൾ ഈ നസ്തൂഷി ഉണ്ടല്ലോ കയ്യിൽ കുറച്ച് ആഹാരവുമായിട്ട് നേരെ ഇവർക്ക് വരേണ്ട ആ ഒരു ഭാഗത്തേക്ക് വരാതെ കുറ്റിക്കാട്ടിന്റെ ഉള്ളിലേക്ക്, അതായത് ആ തടാകത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോവാണ്. ഇന്നേരത്ത് ഇവൾ എന്ത് പ്രാന്തിയായി കാണിക്കുന്നത്, അവളുടെ പിന്നാലെ പെട്രോസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജൊനാഥനോട് പറയണം, നിങ്ങൾ കുറച്ചുകൂടി മുന്നിൽ പോയിട്ട് വെയിറ്റ് ചെയ്യും, ഞാൻ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തിക്കോളാം. ഇതേ സമയത്ത് തന്നെ ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്ത് വെച്ച് നല്ല പൂരം തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കറുപ്പ് മീശയും വെള്ള മീശയും. കറുപ്പ് മീശ ചോദിക്കുന്നത്, എവരുടെ എന്റെ സ്വർണം മര്യാദക്ക് തന്നോന്ന് പറയണം. ഇപ്പൊ വെള്ളമീശ ഈ കറുപ്പ് മീശ അടിച്ചിട്ടിട്ട് പറയണം, എടാ ഞാൻ നിന്റെ ബ്രദറാണ്, ഞാൻ എന്തിനാ അത് എടുക്കുന്നത്? ഇപ്പൊ കറുപ്പ് മീശ ഒഴിക്കാൻ, അല്ല നിന്റെ സിഗരറ്റ് വലിക്കുന്ന ആ ഒരു കുറ്റി അവിടെ, അതെന്റെ അരയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെള്ളമീശ അത് തപ്പി നോക്കുമ്പോൾ സാധനം അവിടെ കാണുന്നില്ല. എവിടെ പോയി? അത് കാണുന്നില്ലല്ലോ. പക്ഷെ ഈ വെള്ളമീശയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ഈ കറുപ്പ് മീശക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ ഇയാള് വേഗം ആ ഒരു തോട്ടത്തിലേക്ക് ഓടി കയറുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ നസ്തൂഷ്യ അവളൊരു ഇച്ചിരി ഭക്ഷണമായിട്ട് പോയില്ലേ, ആ ഭക്ഷണം തടാകത്തിന്റെ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, അതായത് ആ ഒരു മൃഗം വീക്ക് വേണ്ടിയിട്ട്. എന്നാൽ നസ്തൂഷ്യയെ വിളിക്കാൻ വേണ്ടി അവളുടെ പിന്നാലെ ചെന്ന പെട്രോസ് ഉണ്ടല്ലോ പെട്ടുപോയത് ഈ വീയുടെ മുന്നിലാണ്. അതായത് ഭീകരമായിട്ടുള്ള കുറെ കൊമ്പുകൾ, ഇത് മാത്രമേ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുള്ളൂ. ഈ ഒരു ജീവിയുടെ മുഖവും കാര്യങ്ങളൊന്നും ആരും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഈ ഭീകരരൂപിയുടെ മുന്നിലാണ് നമ്മുടെ പെട്രോസ് ചെന്ന് പെട്ടത്. മുണ്ടും പൊക്കി ഓടുകയാണ് നമ്മുടെ ആശാൻ. ഇതേ സമയത്ത് തന്നെ ഈ ഒരു പാടുണ്ടല്ലോ, ഇതിന്റെ മറ്റൊരു ഭാഗത്തോടെ ഈ ഫാദറും പിന്നെ നാട്ടുകാരും കൂടിയിട്ട് ഒരുമാതിരി ഹാലിളകിയ രൂപത്തിൽ തീപ്പന്തുമായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. എന്തിന്? ചെകുത്താനായിട്ടുള്ള പുറംനാട്ടിൽ നിന്ന് വന്ന നമ്മുടെ ജൊനാഥനെ തല്ലി കൊല്ലാനായിട്ട്. ഈ വരുന്ന വഴിക്കാണ് നമ്മുടെ പെട്രോസ് ഈ വിയെ കണ്ട് ഓടി രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവരുടെ മുന്നിൽ പെട്ടുപോവാണ്. അപ്പൊ ആ ഒരു പേടിയിലും വിറയിലും പെട്രോസ് പറയണേ, ഞാൻ കണ്ടു, ആ ഒരു രൂപത്തെ കണ്ടു, അത് ഈ ഒരു പരിസരത്ത് തന്നെ ഉണ്ട്. ഇതേ സമയത്തിന് ഫാദർ പറയാണ്, ഇനി നമുക്ക് അതിന് വിടാൻ കഴിയില്ല, അതിനെ തല്ലി കൊല്ലണം, എല്ലാവരും വളയടാന്ന് പറയാണ്. ഇതേ സമയത്തിന്റെ ഈ പാടത്തിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് ഈ ഒരു കറുപ്പ് മീശ ഓടിപ്പോയില്ല ആ ഒരു പാടത്തിന്റെ ഒരു ഭാഗത്ത് ഒളിക്കാനായിട്ട്. ഇപ്പൊ വെള്ളമീശ പിറകാലി വരുന്നുണ്ട്. എന്നാൽ ഇവന്റെ പിന്നാലെ വന്ന കറുപ്പ് മീശ അവന്റെ ഷോൾഡറിൽ ഒരൊറ്റ വെട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ നിന്റെ സഹോദരനല്ലേന്ന് ഈ വെള്ളമീശ ചോദിക്കുമ്പോൾ ഒരു കത്തി എടുത്ത് ഇവന്റെ പള്ളയിലേക്ക് തന്നെ ഒരു കയറ്റലും കയറ്റി രണ്ട് തിരിയും തിരിച്ച് സ്പോട്ടിൽ തീർക്കാണ്. എന്നിട്ട് അവന്റെ കീശ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല, 1-2 കോയിൻസ് മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എടുത്തത് ഇവനല്ല, അബദ്ധം പറ്റിയല്ലോ എന്ന് കരുതിയിട്ട് ഈ വെള്ളമീശ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആര് വരികയാണ്? നമ്മുടെ നസ്തൂഷ്യ വരികയാണ്. അതായത് വീക്ക് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരുന്ന വഴിയാണ്. അവൾ ഈ ഒരു കാര്യം കണ്ട് ഒരുമാതിരി അന്തം വിട്ട് നിൽക്കാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, കിളി പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്ക്. എന്ന് ഇത് കണ്ട സമയത്ത് കറുപ്പ് മീശ ഉണ്ടല്ലോ, ഇവനാകെ പതറിപ്പോവാണ്. ഇവൻ പതിയെ കത്തിയുമായിട്ട് ഇവളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്, അതായത് നസ്തൂഷ്യയുടെ അടുത്തേക്ക്. എന്നിട്ട് അവളുടെ കയ്യിലേക്ക് ആ ഒരു കത്തി കൊടുത്തിട്ട് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അലറി കരയാൻ തുടങ്ങുകയാണ്. നോക്കുമ്പോ എന്താ, ഈ ഫാദറും ഇയാളുടെ കൂടെ ഒരുപാട് നാട്ടുകാരും വരുന്നില്ലേ, അവരിങ്ങോട്ടേക്ക് എത്താനായിട്ടുണ്ട്. ഇവര് വന്നു നോക്കുമ്പോൾ ഈ കറുപ്പ് മീശ പറയണേ, എന്റെ സഹോദരനെ ഇവള് വെട്ടിക്കൊന്നു, അതുപോലെ തന്നെ എന്നെയും കൊല്ലാൻ വേണ്ടി പോവാണ്, ഇവളൊരു മന്ത്രവാദിയാണ്, വിച്ചാണ്, എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അലറി കരഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ് ഇവനിപ്പോ.
ഇപ്പൊ നെറ്റൂഷിയെ നോക്കുകയാണെങ്കിൽ അവളുടെ കയ്യിൽ ഇപ്പൊ ആ ഒരു വാളുണ്ടല്ലോ, ഇത് വെച്ച് ആ ഒരു ഭീതിയിൽ ഞാൻ പറഞ്ഞല്ലോ കിളിവാരിയ പെണ്ണാണെന്ന്, അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ട് വീശുന്ന സമയത്ത് ആൾക്കാർക്കൊക്കെ ബോധ്യായി ഇവള് തന്നെ കൊന്നത്, ഇവൾക്ക് പ്രാന്താണ് അല്ലെങ്കിൽ ഇവരൊരു മന്ത്രവാദിയാണ്. നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു കയറ് വെച്ച് അവളെ പിടിച്ച് കെട്ടുന്നുണ്ട്. എന്നാൽ ഈ നെറ്റൂഷിയുടെ അച്ഛൻ പരമാവധി വിടറാന്റെ മോളെ എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. കാരണം ഇത്രയും ആൾക്കാരുള്ള സമയത്ത് ഈ മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യാനാ? എന്നാൽ ആ നദിയിലൂടെ ബോട്ടല്ല ചെറിയ തോണിയിലൂടെ രക്ഷപ്പെട്ടു പോകാൻ നിൽക്കുന്ന ജോനാഥൻ എന്തപ്പോ അവിടെ തീയും പുകയും പാർപ്പിച്ചുകൊണ്ട് ഒരു ടീം നിൽക്കുന്നത്, എന്താ കാര്യം അറിയാൻ വേണ്ടി പതിയെ കരയിലേക്ക് ഈ ഒരു തോണി അടുപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് ഈ മരത്തിന്റെ ചെരുവിലായിട്ട് ഈ രൂപം ഉണ്ടല്ലോ വി, അതിനെ കാണുകയാണ്. കണ്ട ആ ഒരു എന്താ പറയുക ഷോക്കില് ഇവൻ നേരെ മലന്നടിച്ച് ആ ഒരു വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയാത്ത ജോനാഥനെ അവന്റെ കയ്യിൽ നിന്നും കാണാതായ ആ ഒരു മാപ്പിന്റെ ബോക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് അവന് മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ്. എന്നാൽ അതിന്റെ പിടുത്തായിട്ടുള്ള ആ ഒരു ബെൽറ്റ് അത് പൊട്ടിപ്പോയിട്ടുണ്ട്. മാത്രമല്ല മാപ്പ് ഇട്ട് വെച്ച ആ ഒരു കുപ്പി പോലുള്ള സംഭവം അതിപ്പോ നമ്മുടെ ജോനാഥന്റെ കയ്യിലും കിട്ടിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഒരു വിധത്തിൽ കരയിലേക്ക് കയറി വന്ന് നോക്കുന്ന സമയത്ത് ജോനാഥൻ ആ ഒരു കൊമ്പ് അതുപോലെ തന്നെ അതിന്റെ ചുറ്റും എന്തൊക്കെയോ തൊലികൾ കാണുകയാണ്. പെട്ടെന്ന് ഒരു വാളെടുത്ത് അതിന്റെ ദേഹത്ത് കുത്തി നോക്കുമ്പോൾ അത് വെറും ഒരു തൊലി മാത്രമാണ്. അതിന്റെ മുകൾ തൊപ്പി പോലെ ഈ ഒരു കൊമ്പ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് വി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഭൂതമോ ചാത്തനോ ചെകുത്താനോ ഒന്നുമല്ല, അത് ആരോ വേഷം മാറി നടന്ന് ആൾക്കാരെ പറ്റിച്ചതാണ്. ആരായിരിക്കും അത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മുടെ നെസ്റ്റൂഷ്യ ഒരു മന്ത്രവാദിനെയാണ് പറഞ്ഞിട്ട് ഈ ഫാദറും ഇയാളുടെ ആൾക്കാരും കൂടെ, ആൾക്കാരെന്ന് പറയാൻ കഴിയില്ല, ഈ നാട്ടുകാർ മുഴുവനായിട്ട് ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ നെസ്റ്റൂഷ്യയെ കെട്ടി വലിച്ചുകൊണ്ട് ഇവർ കൊണ്ടുപോകണം കേട്ടോ. പരമാവധി നമ്മുടെ പെട്രോസ് പിന്നെ നെസ്റ്റൂഷ്യയുടെ അച്ഛൻ ഇവർ രണ്ടുപേരും തടുക്കുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് പറ്റുന്നില്ല. ഇതേ സമയത്ത് തന്നെ ജോനാഥൻ നേരെ ഡൊറോഷിനെ കാണാൻ വേണ്ടി അയാളുടെ റൂമിലേക്ക് എത്തുകയാണ്. ആദ്യമൊന്നും ഡൊറോഷിന് ഇഷ്ടമായില്ല. എന്നാൽ ഡൊറോഷിനോട് പറയാണ്, നിങ്ങൾ ഇത്രയും കാലം ഭയന്നിരുന്ന വി എന്ന് പറയുന്ന ആ ഒരു മൃഗം അതൊരു വേഷം മാത്രമാണ്, കാര്യമായിട്ട് ഈ നാട്ടുകാർ മുഴുവനും നിങ്ങളെയും പറ്റിക്കുകയായിരുന്നു. അതുപോലെ ഈ നാട്ടുകാർ പ്രാന്തമായിട്ടുള്ള പല പരിപാടികളും കാണിക്കുന്നുണ്ട്. അതിലൊന്നാണ് ആ ഒരു പെൺകുട്ടിയെ ജീവനോടെ അവരെന്തോ ചെയ്യാൻ വേണ്ടി പോവാണ്, ദയവ് ചെയ്തിട്ട് പോയെന്ന് അവളെ രക്ഷിക്കുക. പിന്നെ നിങ്ങളുടെ മകളുടെ മരണത്തിന് പിന്നിലെ രഹസ്യം അത് ഞാൻ മനസ്സിലാക്കി തരാം, ആദ്യം പോയിട്ട് നെസ്റ്റൂഷ്യ അവളൊന്ന് രക്ഷപ്പെടുത്ത്. ഇപ്പൊ ഡൊറോഷ് പറയാണ്, ആ കാര്യം ഞാൻ ഏറ്റോളാം. നേരെ ചെന്നിട്ട് ഡൊറോഷ് ഈ ഫാദറിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവളെ വെറുതെ വിട്, അവൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറുത്താന കാര്യങ്ങളൊന്നുമല്ല എന്ന്. ഇതേ സമയം തന്നെ നെസ്റ്റൂഷ്യയെ ഈ ഫാദറിന്റെ സ്റ്റേജ് ഉണ്ടല്ലോ അതിന്റെ അടിയിൽ ചില മുറികളുണ്ട്, അതിലൊന്നിൽ വെച്ച് ഓൾറെഡി പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നെസ്റ്റൂഷ്യയെ വെറുതെ വിടണമെന്ന് ഫാദറിനോട് പറയുന്ന സമയത്ത് ഫാദർ പറയാണ്, അതൊന്നും നടക്കില്ല ഡൊറോഷ്, അവള് ചെയ്തു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയോ? ഇതേ സമയത്തിന് ഓരോ കാര്യങ്ങൾ ഡൊറോഷ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തന്നെ ഒരു കല്ല് വെച്ച് ഡൊറോഷിന്റെ തലക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. ഉടനെ തന്നെ ഈ ഒരു ഡൊറോഷ് ആണെങ്കിൽ നിലംപൊത്തി വീഴുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തിയ ജോനാഥൻ രക്ഷപ്പെടാൻ എന്ന് കരുതിയിട്ടാണല്ലോ ഡൊറോഷിനെ കൂട്ടുപിടിച്ചത്. എന്നാൽ ഡൊറോഷിനെ വരെ ഇവരെ അടിച്ച് വീഴ്ത്തിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ ജോനാഥന്റെ കാര്യം പറയണ്ടല്ലോ, ഫാദറിന്റെ ആൾക്കാർ വരികയാണ്, ജോനാഥനെയും പൊക്കാണ് തൂക്കിയെടുത്ത് ആ ഒരു കൂട്ടിന്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്. ഇതേ സമയത്തിന് ഇംഗ്ലണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ജോനാഥൻ അവന്റെ കാമുകിക്കായിട്ട് പലതവണയായിട്ട് പല കത്തുകൾ കഴിക്കുന്നുണ്ട്. എന്ന് ഇതെല്ലാം ആദ്യം വായിക്കുന്നതും അത് കയ്യിൽ വെക്കുന്നതും എല്ലാം ജോനാഥന്റെ കാമുകിയുടെ അച്ഛനുണ്ടല്ലോ ആ പ്രഭുവാണ്. എന്നാൽ ജോനാഥൻ അവന്റെ യാത്രയിൽ ഓരോ കാര്യങ്ങളും എഴുതി വെക്കുമ്പോൾ എന്താ പറയുക, കാമുകിയുടെ അച്ഛനായിട്ടുള്ള ആ പ്രഭു ഉണ്ടല്ലോ അയാൾക്ക് മനസ്സിലായി ജോനാഥൻ ഒരു സാധാരണക്കാരനല്ല, എത്രയോ കാര്യങ്ങൾ ഭയങ്കര സാഹസികമായിട്ട് അവൻ ചെയ്യുന്നുണ്ട്, ഭയങ്കര കഴിവുള്ള ഒരാളാണ്. സോ തന്റെ മരുമകനെ ഇവിടെ വെച്ചിട്ട് ഈ അമ്മായിപ്പം മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ കാര്യമൊന്നും പാവം നമ്മുടെ കാമുകി ജോനാഥന്റെ ഭാര്യ അറിയുന്നില്ല. അവളാണെങ്കിൽ ഇപ്പൊ നിറവയറുമായിട്ട് നടക്കുകയാണ്, അവന്റെ കുഞ്ഞവളുടെ വയറ്റിലുണ്ട്. എന്തായാലും ഇവിടെ സീൻ കട്ടാവാണ്. അതായത് ജോനാഥനെ കാണിക്കുകയാണ്, അവന്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുള്ള ആ ഒരു മാപ്പ് ഇപ്പൊ അവന് തന്നെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ആ ഒരു മാപ്പ് എങ്ങനെ കിട്ടിയത് ഓർമ്മയില്ല നിങ്ങൾക്ക്? ആ ഒരു വെള്ളത്തിൽ നിന്നും വി എന്ന് പറയുന്ന ആ ഒരു മൃഗം അവനെ രക്ഷപ്പെടുത്തിയപ്പോൾ അവന്റെ കയ്യിലേക്ക് കിട്ടിയതാണത്. എന്തായാലും ആ ഒരു മാപ്പ് ഇപ്പൊ ജോനാഥൻ എടുത്തു നോക്കുമ്പോൾ അതിൽ ചില ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആരായിരിക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഇതേ സമയത്ത് തന്നെ ജോനാഥൻ ഒരു പിറുപിറുക്കിൽ കേൾക്കുന്നുണ്ട്. അതായത് ഇവരെ പൂട്ടി വെച്ച ഈ മുറിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഫാദറിന്റെ മുറിയും. അങ്ങോട്ടേക്ക് ഫാദറിന്റെ കൂടെ ആ ഒരു കറുപ്പ് മീശകാരൻ വന്നിട്ടുണ്ട്. ഇയാൾ പറയാണ്, ഫാദർ എങ്ങനെയെങ്കിലും ഈ നാട്ടിലത്തെ അധികാരം നിങ്ങൾ എന്റെ കയ്യിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സമ്മതിക്കും, അതിന്റെ ഗുണം നിങ്ങൾക്കും ഉണ്ടാവും. ഇപ്പൊ ഫാദർ പറയാണ്, അത് പിന്നെ അങ്ങനെ ആവുകയാണെങ്കിൽ സമ്പത്ത് നിന്റെ കയ്യിലേക്ക് വന്ന എനിക്ക് നല്ലൊരു ചർച്ച നീ കിട്ടി തരണം കേട്ടാ. പക്ഷേ ഇതിന്റെ മുന്നേക്കായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു നെസ്റ്റൂഷ്യ ഉണ്ടല്ലോ അവളെ നമ്മൾ ബലി കൊടുക്കണം, എന്നാലേ നാട്ടുകാർക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നെസ്റ്റൂഷ്യയെ ഇവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. മാത്രമല്ല അവളെ കെട്ടിയിട്ട് ഒരു കുരിശിലാണ് കെട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു നദിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ബലി കൊടുക്കാനാണ് തീരുമാനം. ഒരു ഭ്രാന്തനായിട്ടുള്ള ഫാദറും ഇയാൾ പറയുന്ന എല്ലാ വിഡ്ഢിത്തരങ്ങളും വിശ്വസിക്കാൻ പറ്റിയ ജനങ്ങളും. എന്തായാലും എല്ലാവരും പോയ സമയത്ത് നമ്മുടെ ജോനാഥൻ മാത്രമല്ല ആ ഒരു ജയിലില് ആ ഒരു അറയിലുള്ളൂ. അതുകൊണ്ട് അവന് കാവലായിട്ട് ഒരാൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഗ്രാമത്തിൽ തന്നെ ഒരു കുറച്ച് വൃദ്ധനായിട്ടുള്ള ഒരു അപ്പാപ്പൻ. ഒരു ഗ്രാമത്തിൽ എല്ലാവരും ഒരുമിച്ച് മണ്ടന്മാരാവില്ലല്ലോ, അതുപോലെ ഒരു ഇത്തിരി ബോധമുള്ള ആളാണ് ഈ അപ്പാപ്പൻ. ഈ അപ്പാപ്പൻ വന്നിട്ട് ഈ കാവലിൽ നിൽക്കുന്ന ആളോട് ചോദിക്കുകയാണ്, എടാ ആ ഒരു തീരത്ത് പോയിട്ട് വലിയ ബലിയും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകണം, നിനക്കത് നേരിട്ട് കാണുന്നു വേണ്ട. അപ്പൊ പിന്നെ ഞാൻ ഈ ചെയ്യുന്ന പണി ആരെ ചെയ്യാ? നീ പേടിക്കേണ്ട, നീ വിട്ടോ പോയി കാണ്, ഞാനിവിടെ നിന്നോളാം. ആഹാ അങ്ങനെയാണോ, എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കാവലായിട്ട് നിന്ന ആള് വേഗം ഇവിടുന്ന് ഓടിച്ചില്ലാണ്. ഇയാൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ജോനാഥൻ ഒരു ഏണി ഈ അപ്പാപ്പൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേഗം തന്നെ ജോനാഥൻ മുകളിലേക്ക് വരുന്നിട്ട് ഈ അപ്പാപ്പൻ ജോനാഥനോട് പറയണം, മോനെ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ അതിന് മോൻ തന്നെ വിചാരിക്കണം, എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. എന്തായാലും ജോനാഥന് പിന്നീട് ഒരു കുതിരയെ ഇയാൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജോനാഥൻ നേരെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഭാഗത്ത് കുറെ തീയെല്ലാം കൂട്ടിയിട്ട് അതിലേക്ക് ചാടി ചാവൻ നിൽക്കുന്ന ഒരാളെ കാണുകയാണ്. മറ്റാരുമല്ല നമ്മുടെ പെട്രോസ് തന്നെ. അവൻ ഒരുപാട് സ്നേഹിക്കുന്ന അവന്റെ നെസ്റ്റൂഷ്യ അവന് നഷ്ടപ്പെടാൻ പോവാണ്.
പോവാണ്. അപ്പൊ ആ ഒരു വിരഹം താങ്ങിക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ ഒരു ചിതയുണ്ടാക്കി ഇതിൽ ചാടി ചാവാൻ നോക്കുന്നത്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന ജൊനാഥൻ നമ്മുടെ പീട്രോസിനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് അവനോട് പറയണേ, എടാ നീ ചത്തിട്ടുണ്ടെങ്കിൽ അവളെ പോയിട്ട് ആര് രക്ഷപ്പെടുത്തും? അതുപോലെ തന്നെ വി എന്ന് പറയുന്നത് ഒരു ഭൂതോ ചെകുത്താനൊന്നുമല്ല, ആരോ വേഷം മാറി നടക്കുന്നതാണ്. അപ്പൊ ആ ഒരു വേഷം നീ പറഞ്ഞ ആ ഒരു മരം ഉണ്ടല്ലോ അവിടെ അതിന്റെ ചോട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്, അത് പോയി നീ എടുക്കണം. എന്നിട്ട് നാട്ടുകാരുടെ ശ്രദ്ധ മുഴുവൻ നീ നിന്റെ ഭാഗത്തേക്ക് തിരിക്കണം. എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുവരണം? നേരെ ആ ഒരു പഴയ ചർച്ച ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എല്ലാവരും നീ എന്താക്കണം കൊണ്ടുവരണം, ഞാൻ അവിടെ ഉണ്ടാവും. അങ്ങനെ ജൊനാഥൻ നേരെ ആ ഒരു ചർച്ചിലേക്ക് പോവാണ്. അതുപോലെ തന്നെ പെട്രോസ് ആണെങ്കിൽ ആ ഒരു വീട് ആ ഒരു രൂപം ആ ഒരു കൊമ്പെടുക്കാൻ വേണ്ടി പോവാണ്. ഇതേ സമയം തന്നെ പാവം നമ്മുടെ നെസ്റ്റോഷ്യയെ ഒരു തോണിയിലേക്ക് ഇരുത്തിക്കൊണ്ട് അതിന്റെ മുകളിൽ ഈ കുരിശും വെച്ചിട്ട് നന്നായിട്ട് കെട്ടുകയാണ്. എന്നിട്ട് ആ ഒരു തോണിയിൽ ഒരു ഓട്ട ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഈ നദിയിലേക്ക് ഇവർ തള്ളിയിട്ട് അവളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ സമയത്താണ് നാട്ടുകാർ നോക്കി നിൽക്കെ നദിയുടെ അപ്പുറത്തായിട്ട് ഒരു ഉണങ്ങിയ മരമുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് വി എന്ന് പറയുന്ന ആ ഒരു രൂപം, അതാരാണ്? മറ്റാരുമല്ല, നമ്മുടെ പെട്രോസ് തന്നെയാണ്. അവനിപ്പോ ഒരു കൊമ്പ് പോലത്തെ എന്തോ ഒന്നുണ്ട്, അതിൽ നന്നായിട്ട് ഊതുന്ന സമയത്ത് വല്ലാത്തൊരു ഒച്ചുണ്ടാവുകയാണ്. നാട്ടുകാർ മുഴുവൻ ഇത് കേൾക്കുകയാണ്. കണ്ടു, ഇന്നത്തോടെ അവനെ ഞങ്ങൾ പിടിക്കോടാ, തല്ലി കൊല്ലിയോടെ പറഞ്ഞിട്ട് നാട്ടുകാർ മുഴുവൻ ഹാലിളകിയിട്ട് നേരെ ആ ഒരു മരത്തിന്റെ അടുത്തേക്ക് പോകണം. ഇപ്പൊ ഫാദർ പറയുന്നുണ്ട്, പോവല്ലേ, ഈ ഒരു പരിപാടി ആദ്യം തീർക്കാന്ന്. നാട്ടുകാർ ആരും ഇത് കേൾക്കുന്നില്ല. എന്നാൽ ഫാദർ തീരുമാനിക്കുകയാണ്, എന്തായാലും ചെയ്യുന്ന ആ ഒരു കാര്യം ഞാൻ പിന്മാറില്ല, ഇവളെ കൊല്ലു തന്നെ ചെയ്യുന്നു പറഞ്ഞിട്ട് ആ ഒരു തോണിയിൽ ഓട്ടയുണ്ടാക്കി പതിയെ നദിയിലേക്ക് തള്ളി വിടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു കൊമ്പിട്ട് മുഖം മൂടിയിട്ട് ഓടി രക്ഷപ്പെട്ട് നമ്മുടെ ഈ പെട്രോസ് ഉണ്ടല്ലോ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് ഈ സാധനം ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇത് ഈ കറുപ്പ് മീശ പിന്നാലെ വന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ ആ ഒരു വി അത് നീയാണല്ലേ? ഇതും പറഞ്ഞ് അവന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോ ഇപ്പൊ ഈ ഒരു കറുപ്പ് മീശ ഉണ്ടല്ലോ ഇവന്റെ കഴുത്തിൽ മറ്റൊരാൾ കത്തി വെക്കാണ്. മറ്റാരുമല്ല, നമ്മുടെ ആ ഒരു കുറച്ച് ബുദ്ധിയുള്ള അപ്പാപ്പനുണ്ടല്ലോ, മൂപ്പര് തന്നെ. അടുത്ത സീനിൽ ജൊനാഥനെ കാണിക്കാണ്. അതായത് അവൻ നേരെ പോയത് ആ ഒരു പഴയ ചർച്ചിലേക്കാണ്. എല്ലാവർക്കും ഭയമാണ് ഇങ്ങോട്ടേക്ക് വരാൻ. എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തി നോക്കുന്ന സമയത്ത് നമ്മുടെ ദൊറോഷ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള സ്റ്റെല്ലയുടെ ബോഡി ഇപ്പോഴും ആ ഒരു പെട്ടിയിൽ അവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ജൊനാഥൻ അല്ലാതെ മറ്റൊരാൾ കൂടെ പതിയെ ഈ ഒരു ചർച്ചിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് ജൊനാഥൻ മാപ്പ് ഇട്ട് വെച്ച ആ ഒരു എന്താ പറയാ ഡെപ്പ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതെടുത്ത് പോവാൻ നിൽക്കുന്ന സമയത്ത് ഈ ജൊനാഥൻ തിരിഞ്ഞു നോക്കാതെ പറയാണ്, നീ അന്വേഷിച്ച് വന്ന ആ ഒരു സാധനം അതിലില്ല, അതെന്റെ കയ്യിലാണെന്ന്. പെട്ടെന്ന് തന്നെ ഒരു വടി എടുത്തിട്ട് ഇപ്പൊ വന്ന് ഈ അജ്ഞാതനായ മനുഷ്യൻ നമ്മുടെ ജൊനാഥനെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. എന്നാൽ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ഇയാളുടെ കാലിലേക്ക് ജൊനാഥൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നീ എന്തിനാണ് കോമ ബ്രൂട്ടസ് ഇത് എന്റെ കയ്യിൽ നിന്നും മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത്? എനിക്കും ചില കാര്യങ്ങൾ അറിയാം, അതുപോലെ തന്നെ പല രഹസ്യങ്ങൾ നിനക്കും അറിയാം. എന്തിനാണ് ഈ ദൊറോഷിന്റെ മകളെ നീ റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞത്? ഇത് വലിയൊരു മഹാപാപല്ലേ? അതായത് എങ്ങനെയായിരിക്കും ജൊനാഥന് ഇത് കോമ ബ്രൂട്ടസ് ആണെന്ന് മനസ്സിലായത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ കോമ ബ്രൂട്ടസ് പറയാണ്, ഞാൻ എന്തായാലും അത് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കൂല. അതെല്ലാം പോട്ടെ, എന്റെ മാപ്പ് എങ്ങനെയാണ് നിന്റെ കയ്യിൽ കിട്ടിയെന്ന് ഇപ്പോ ജൊനാഥൻ കോമ ബ്രൂട്ടസിനോട് ചോദിച്ചപ്പോ പറയാണ്, അന്ന് ആ ഒരു ചർച്ചിന്റെ മുകളിൽ വെച്ച് നിന്റെ മാപ്പ് അവിടെ നിന്ന് മിസ്സായില്ലേ, ആ ഹോളിലൂടെ വന്നിട്ട് അതെടുത്തത് മറ്റാരുമല്ല ഞാൻ തന്നെയാണ്. പക്ഷെ ആ ഒരു കയറിലൂടെ തൂങ്ങി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആ ഒരു വലിയ കുരിശ് അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നതാണ്. അത് മനഃപൂർവ്വം ഞാൻ ചെയ്തതല്ല. അത് കണ്ടിട്ടാണ് നമ്മുടെ ജൊനാഥൻ പേടിച്ച് താഴേക്ക് വീണത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമത്തിൽ എങ്ങനെയോ പെട്ടുപോയ കോമ ബ്രൂട്ടസിന് ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകണം. അതിന് ഈ ഒരു മാപ്പ് ആവശ്യമാണ്. മാത്രമല്ല കോമ ബ്രൂട്ടസിനോട് ശരിക്കും എന്തിനാണ് ഈ ദൊറോഷിന്റെ മകൾ സ്റ്റെല്ല 3 ദിവസം നിന്നോട് അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്? അതിന്റെ കാരണം എന്താണ്? ഇപ്പൊ കോമ ബ്രൂട്ടസ് പറയാണ്, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവള് മരിക്കുന്നതിന്റെ തലേന്ന് ആ തടാകത്തിൽ വെച്ച് ഇവര് മെഴുകുതിരി എല്ലാം വെച്ചൊരു പൂജ ചെയ്തില്ലേ, അതിൽ ഈ സ്റ്റെല്ല് ഒഴുക്കി വിട്ട ആ ഒരു മെഴുകുതിരി എന്റെ കയ്യിലാണ് കിട്ടിയത്. അതുമായിട്ട് ഞാൻ പോകുന്ന സമയത്ത് അവള് പെട്ടെന്ന് എന്റെ മുന്നിലേക്ക് വരികയാണ്. അത് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ ഞാനാണ് ഇനി അവളുടെ ഭാവി വരൻ എന്ന് അവൾ തീരുമാനിച്ചു. എന്നോട് അവൾ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്നും ആരും എന്നെ അടിച്ചു വീഴ്ത്തി. ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ആ വന്ന ആൾക്കും ഈ ഒരു വീട് രൂപമുള്ള ആ ഒരു കൊമ്പുണ്ടല്ലോ അത് ധരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോൾ കാണുന്നത് അതിക്രൂരമായ രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ രക്തം ഒലിച്ചു കിടക്കുന്ന സ്റ്റെല്ലയാണ്. ആ സമയത്താണ് സ്റ്റെല്ലയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നെസ്റ്റോഷ്യ വന്നത്. എന്തായാലും ബോധമില്ലാതെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്റ്റെല്ലയെ കണ്ടപ്പോൾ നെസ്റ്റോഷ്യയുടെ കൺട്രോൾ പോയി അവള് വെള്ളത്തിലേക്ക് വീഴാണ്. അവള് മരിക്കുമെന്ന ആ ഒരു അവസ്ഥ വന്നപ്പോൾ അവളെ രക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ എന്റെ മുഖം അവൾ കാണരുതല്ലോ, കാരണം ഇതെല്ലാം കൂടി അവസാനം എന്റെ തലയിലാവും. അതുകൊണ്ട് തന്നെ ആ ഒരു വീട് മുഖംമൂടിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടു. എന്നിട്ട് അവളെ രക്ഷപ്പെടുത്തി എന്ന് അവള് കരുതിയത് അവളെ രക്ഷപ്പെടുത്തിയ ഒരു ദേവനാണെന്നാണ് ഈ ഒരു വി. അതുകൊണ്ട് അവൾ എപ്പോഴും ഭക്ഷണം തരും. ആ ഒരു ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ സർവൈവ് ചെയ്തത്. മാത്രമല്ല ആ ഒരു കൂട്ടും ധരിച്ചുകൊണ്ട്, അതായത് ആ ഒരു മുഖംമൂടിയും ധരിച്ചുകൊണ്ട് ഞാൻ ഈ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് എല്ലാവരിൽ നിന്നും എനിക്കൊരു രക്ഷയുണ്ടായിരുന്നു. എന്തിനാ പറയുന്നത്, എന്റെ കൂട്ടുകാർ വരെ എന്നെ കണ്ട് പേടിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കറുപ്പ് മീശക്കാരൻ വെള്ളമീശക്കാരൻ ഇവരുടെ ഇടയിൽ തല്ലുണ്ടാക്കി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതും ഈ കോമ ബ്രൂട്ടസ് തന്നെയാണ്. ആ ഒരു വേഷം ഇട്ടുകൊണ്ട് വി ആയിട്ട്. അതെല്ലാം പോട്ടെ, 3 ദിവസം പ്രാർത്ഥിക്കാനായിട്ട് നീ ഒരു ചർച്ചിൽ ഉണ്ടായിരുന്നില്ലേ? ദൊറോഷ് പറഞ്ഞതുപോലെ തന്നെ ശരിക്കും നിനക്ക് എന്താ സംഭവിച്ചത്? ഇതേ സമയത്ത് തന്നെ ഈ കോമ ബ്രൂട്ടസ് പറയാണ്, 3 ദിവസം നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പതിയെ എന്റെ പേടിയും കാര്യങ്ങളൊക്കെ പോവാൻ തുടങ്ങി. അങ്ങനെ 3ാമത്തെ ദിവസം ഒരാൾ എന്നെ കാണാൻ വന്നു. അയാളാണ് എന്നെ ഇവിടെ അടിച്ച് ബോധം കെടുത്തിയിട്ടത്. അത് ആരാണെന്ന് ജൊനാഥൻ ചോദിക്കുമ്പോൾ ദാ നിന്റെ പിന്നിൽ തന്നെ അയാൾ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ജൊനാഥൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കോടാലിയുമായിട്ട് ഈ ഫാദർ നിൽക്കുകയാണ്. അതിന്റെ ആ ഒരു പിറകു വശം കൊണ്ട് ഒരൊറ്റ അടി കൊടുക്കാണ് ജൊനാഥനിട്ട്. എന്തായാലും അപ്പൊ തന്നെ ബോധം പോകുന്നുണ്ട്. ഇതിനുശേഷം ഈ ഒരു ഫാദർ ഉണ്ടല്ലോ കോമ ബ്രൂട്ടസിനെ എടുത്തുകൊണ്ട് ദറോഷിന്റെ മകൾ സ്റ്റെല്ലയെ പൂട്ടി വെച്ച ആ ഒരു ശവപ്പെട്ടി ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഒരു പലകയെല്ലാം വെച്ച് ഇതിങ്ങനെ അടിക്കുന്നുണ്ട്. അന്ന് തന്നെ നിന്നെ കൊന്നു കളയേണ്ടതായിരുന്നു. അപ്പോഴേക്കും ആ 2 മട്ടയന്മാര് കറുപ്പ് മീശയും വെള്ളമീശയും ഇവര് വന്നുകൊണ്ട് നീ രക്ഷപ്പെട്ടതാണ്. പക്ഷെ അതിനുശേഷം പൂർണ്ണമായിട്ടും ശാപം പിടിച്ചൊരു സ്ഥലമായിട്ട് ഞാൻ ഇതിനെ
മാറ്റി ഒരുത്തം പോലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ട്. എന്തായാലും നിനക്ക് ഇനി അധികം നാളും ജീവിച്ചിരിക്കാൻ കഴിയില്ലടാ, നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമാക്കി തരാം. ഇതേ സമയത്ത് തന്നെ ബോധം തിരിച്ചു കിട്ടിയ ജൊനാഥൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ ഫാദർ പറയാണ്, ഈ യൂറോപ്പില് പുതിയൊരു ക്രിസ്ത്യൻ റിലീജിയൻ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതിന്റെ അമരക്കാരൻ ഞാനായിരിക്കും. ഞാൻ എന്താണോ പറയുന്നത് ആ കാര്യം മാത്രം കേട്ട് എന്റെ പിന്നാലെ ഒരുപാട് അണികൾ, കുറെ മട്ടയന്മാരെനിക്ക് വേണം. പല അന്ധവിശ്വാസങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഞാൻ അവരെ കാണിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ എന്റെ അടിമകളാക്കി നിർത്തും. എനിക്ക് അതാ വേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എനിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാവരെയും ഞാൻ കൊന്നുകളയും. എന്തായാലും അതിന്റെ പേരിൽ തന്നെയാണ് ദൊറോഷിന്റെ മകളായിട്ടുള്ള സ്റ്റെല്ലയും അന്ന് ആ ഒരു വിയുടെ മുഖംമൂടിയും ധരിച്ചു വന്ന് കൊന്നുകളഞ്ഞത്, അതും ക്രൂരമായിട്ട് തന്നെ. ഇതേ സമയത്ത് തന്നെ ഒരു ബൈബിൾ ഇപ്പോൾ ഈ ജൊനാഥന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഈ ഫാദർ പറയാണ്, വായിച്ചോ, നിന്റെ മരണം എടുത്തിട്ടുണ്ട്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നദിയിൽ കാണിക്കുകയാണ്, നമ്മുടെ സ്റ്റെല്ലയെ ഒരു തോണിയിൽ കെട്ടിയിട്ട് വെള്ളത്തിൽ മുക്കി കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു തോണി പതിയെ പതിയെ തള്ളി വിട്ടില്ലേ. എന്നാൽ ആ ഒരു തോണി പതിയെ മുങ്ങും തോറും അടിയിൽ നിന്നും എന്തോ ഒരു ശക്തി വന്നിട്ട് നമ്മുടെ ഈ ഒരു നെസ്റ്റൂഷിയെ രക്ഷപ്പെടുത്തുകയാണ്. ആ ഒരു കെട്ടഴിഞ്ഞ് പതിയെ പതിയെ അവൾ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ട്രോമ വീണ്ടും ഉണ്ടായതുകൊണ്ട് തന്നെ പാറിപ്പോയ ആ ഒരു കിളി ഉണ്ടല്ലോ നെസ്റ്റൂഷിയുടെ തലയിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. ഇതുപോലൊരു അപകടം ഉണ്ടായപ്പോഴാണല്ലോ അവളുടെ ആ ഒരു കിളി പോയത്. എന്തായാലും പോയ കിളി ഇപ്പൊ പഴയതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്രോസ് വീട് ആ ഒരു മുഖം മൂടിയിട്ട് എല്ലാ നാട്ടുകാരെയും ഇങ്ങോട്ടേക്ക് എന്താ പറയാ വഴി തിരിച്ചു വന്നല്ലോ. എല്ലാ നാട്ടുകാരും കൂടി ഇപ്പൊ ഈ ഒരു പഴയ ചർച്ചിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറി വരികയാണ്. അങ്ങനെ ഇവർ വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ജൊനാഥനെ ഈ ഒരു കോടാലിയും വെച്ച് വെട്ടാൻ നിൽക്കുന്ന ഫാദറിനെയാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ആ ഒരു ഫൈറ്റിന്റെ ഇടയിൽ മുകളിലുണ്ടായിരുന്ന ആ ഒരു കുരിശിന്റെ ബാലൻസ് തെറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവനായിട്ട് തകർന്നിട്ട് ഇയാളുടെ തലയിലൂടെ വീഴാണ്. സ്പോട്ടിൽ തന്നെ ഈ ഒരു ഫാദർ അവിടെ വെച്ച് മരണപ്പെടുന്നുണ്ട്. ഇത്രയും നാൾ ദൈവവിശ്വാസം ഇല്ലാത്ത നമ്മുടെ ജൊനാഥനെ ഇപ്പൊ ഒരു ഇച്ചിരി വിശ്വാസമൊക്കെ വരുന്നുണ്ട്. എന്തായാലും എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നുണ്ട്. എല്ലാവർക്കും സത്യം മനസ്സിലായി. അതുപോലെ തന്നെ ആ ഒരു കറുപ്പുമീശ അവൻ അത്യാവശ്യം കിട്ടിയ ആ ഒരു സ്വർണ്ണ നാണയങ്ങളുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുമ്പോൾ അവൻ രക്ഷപ്പെട്ട് പോകാൻ നിൽക്കുന്ന ആ ഒരു കുതിരയുണ്ടല്ലോ, പിറകിൽ നിന്ന് ഒരേറ്റ ചവിട്ട് കൊടുക്കുകയാണ്. തെറിച്ചു പോയി വീണ ഈ ഒരു കറുപ്പുമീശ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സഞ്ചിയും കാര്യങ്ങളൊക്കെ പൊട്ടി പോകുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ പുറത്തേക്ക് ചാടുകയാണ്. ഇത് കണ്ടപ്പോൾ അന്ന് നമ്മുടെ ദൊറോഷ് കൊടുത്തയച്ച ആ ഒരു സ്വർണ്ണ നാണയങ്ങൾ അത് എവിടെ പോയി എന്നിപ്പോ നാട്ടുകാർക്കും അതുപോലെ തന്നെ ദൊറോഷിനും മനസ്സിലായി. മാത്രമല്ല ഈ നാടിന് ഒരു ഫാദർ വേണമല്ലോ. നമ്മുടെ കോമാ ബ്രൂട്ടസ് തന്നെ ആൾക്കാരെ പറ്റിക്കാത്ത രീതിയിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇവിടെ തന്നെ അങ്ങോട്ട് കൂടുകയാണ്. മാത്രമല്ല നമ്മുടെ നെസ്റ്റൂഷ്യ പിന്നെ പെട്രോസ് രണ്ട് കവിതാക്കൾ ഒരുമിക്കുകയാണ്. അതിന്റെ ആ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജൊനാഥൻ അതുപോലെ തന്നെ നെസ്റ്റൂഷ്യയുടെ അച്ഛൻ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഈ ഫാദർ ഈ ജനങ്ങളെ ഭീതിപ്പെടുത്താനായിട്ട് പല രൂപങ്ങളെയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ കാണിച്ചില്ലേ. എന്നാൽ അത് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രൊജക്ടർ വഴിയാണ് ഇയാൾ ഇതൊക്കെ ചെയ്തത്. ആ ഒരു പ്രൊജക്ടർ വഴി ഇതെന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ചില നാടകം പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ ബോധമില്ലായ്മയിൽ നിന്നും ആൾക്കാർക്ക് ഒരു ഇച്ചിരി ബോധം ഇട്ട് കൊടുക്കുകയാണ് ആര് നമ്മുടെ ജൊനാഥൻ. എന്തായാലും പരിക്ക് പറ്റിയിട്ടുള്ള ജൊനാഥന്റെ ആ ഒരു കുതിരവണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. സോ ഇവരോട് എല്ലാവരും യാത്ര പറഞ്ഞിട്ട് ഈ ഒരു നാടിന്റെ ആ ഒരു അന്ധവിശ്വാസവും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്ത് നമ്മുടെ ജൊനാഥൻ നേരെ ഇംഗ്ലണ്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. കാരണം എന്താ, അങ്ങ് ഇംഗ്ലണ്ടിൽ ജൊനാഥന് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് നേരെ അങ്ങോട്ടേക്ക് പോകണം. എന്നാൽ പോകുന്ന വഴിയിൽ ഒന്ന് വഴി തെറ്റിപ്പോയി നേരെ ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടതിന് പകരം ചൈനയിലേക്കാണ് ഇപ്പൊ നമ്മുടെ ജൊനാഥൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ 10 നിങ്ങൾ എത്ര കൊടുക്കും ചുമ്മാ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.